ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഈ ഗൂഗിൾ മീറ്റിൽ കൂടി വരുവാനും, ദൈവമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തന്നിരിക്കുന്ന വിളിക്കായി സ്തോത്രം. സഭാ ശുശ്രൂഷയിൽ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ ചുമതലകൾ വഹിക്കുന്നു. ആ ശുശ്രൂഷകളൊക്കെ കർത്താവെ ഭംഗിയായി ചെയ്യുവാനും, കാര്യപ്രസക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ ശുശ്രൂഷകളെ ജനങ്ങൾക്ക് അർത്ഥവത്തായ രീതിയിൽ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് നിന്റെ വയൽ പ്രദേശത്ത് ആക്കിയിട്ടുണ്ടല്ലോ, അതിനായി സ്തോത്രം. ആ വിളിക്കും കർത്താവെ, കാലാകാലങ്ങളിൽ നീ ഞങ്ങൾക്ക് തരുന്ന ദർശനത്തിനായി സ്തോത്രം. ഇന്ന് കർത്താവെ, ഞങ്ങളുടെ ക്ലർജി ട്രെയിനിങ്ങിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ നല്ല ആലോചനകൾ നൽകണമേ. ആ ട്രെയിനിങ്ങിൽ കൂടെ കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷകൾ കൂടുതൽ അർത്ഥവത്തായി തീരുവാൻ, ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ. നേതൃത്വം നൽകുന്ന പ്രത്യേകിച്ച് നമ്മുടെ നവീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നവീന് കൊടുത്തിരിക്കുന്ന കഴിവുകൾക്കായി സ്തോത്രം. ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ നൽകണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കൂട്ടായ്മ പ്രദാനം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. എത്രയും സ്നേഹവും ബഹുമാനവുമുള്ള മാർത്തോമാ സഭയുടെ സീനിയർ വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ ഈശോ മാത്യു അച്ഛൻ, സീനിയർ വൈദിക ശ്രേഷ്ഠരെ, സഹോദര വൈദിക സ്നേഹിതരെ, സഹോദരങ്ങളെ, മാർത്തോമാ ചർച്ച് ആനിമേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള എഗെയ്റോ എന്ന ക്ലർജി കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 2ാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാർത്തോമാ ചർച്ച് ആനിമേഷൻ സെന്റർ കാലം ചെയ്ത ഭാഗ്യ സ്മരണീയനായ അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ എപ്പിസ്കോപ്പൽ രജത ജൂബിലിയുമായി അനുബന്ധിച്ച് സഭയായി ആരംഭിച്ചിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. പ്രാദേശിക ഇടവകളുടെ ഓർഗനൈസേഷൻസിന്റെ ശാക്തീകരണം എന്നുള്ള ഒരു വലിയ ദർശനവും സ്വപ്നവുമാണ് അതിന് പിന്നിലുണ്ടായിരുന്നത്. മാർത്തോമാ ചർച്ച് ആനിമേഷൻ സെന്റർ അതിന്റെ പ്രവർത്തന പന്ഥാവിൽ 2 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്, 20ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും 4 ശാക്തീകരണങ്ങളാണുള്ളത്, 4 ഡയമെൻഷൻസ് ആണുള്ളത്. ഒന്ന് 4 E ആണ്. ഒന്ന് എഡ്യൂക്കേറ്റ്, 2 എക്യൂപ്പ്, 3 എൻഗേജ് ആൻഡ് 4 ഇവാലുവേറ്റ്. അതിൽ എക്യൂപ്പ് എന്നുള്ള ഡയമെൻഷനിൽ ഒരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സിൽ ഒന്നാണ് ഈ ക്ലർജി സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എഗെയ്റോ. ആ ഗ്രീക്ക് പദം സൂചിപ്പിക്കുന്ന പോലെ തന്നെ റേസിംഗ് ദ സ്റ്റാൻഡേർഡ്സ്. ആദ്യ സെഷൻ കഴിഞ്ഞ മാസം നടന്നത് നിങ്ങൾക്ക് അറിവുണ്ടല്ലോ, ഇതിൽ പലരും പങ്കെടുത്തു. നമ്മുടെ പഠന ശുശ്രൂഷയിൽ നമുക്ക് വളരെ സഹായകരമായ AI ടൂൾസ് പരിചയപ്പെടുത്തുകയായിരുന്നു അതിന്റെ പിന്നിലെ ഉദ്ദേശം. ഈ ഒരു സെഷനിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ചർച്ച് ആസ് ആൻ ഓർഗനൈസേഷൻ, അതിന് തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ ഭാവങ്ങളും രൂപങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം, അത് സംബന്ധിച്ചേ മതിയാകും. അപ്പോൾ നമ്മൾ വി വർക്ക് വിത്ത് പീപ്പിൾ, വി വർക്ക് വിത്ത് ഹ്യൂമൻ റിസോഴ്സസ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഇൻസൈറ്റുകൾ ഉണ്ടാകേണ്ടത് വളരെയധികം ആവശ്യമാണ്. നമ്മൾ ഒരുപക്ഷെ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അനുദിന ശുശ്രൂഷകൾ നമ്മളത് ഫോളോ ചെയ്യുന്നവരാണ്, അത് നന്നായി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു തലത്തിൽ നമ്മെ കുറെ കൂടെ എക്യൂപ്പ് ചെയ്യുന്നതിന്, നമുക്ക് പുതിയ ചില ഇൻസൈറ്റ്സുകൾ നൽകുന്നതിന്, നമുക്ക് ചില പരിശീലനങ്ങൾ നൽകുന്നതിന് തക്കതായ ഒരാളിനെയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രിയ നവീൻ ടോം അലക്സിനെ പരിചയപ്പെടുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം ബാംഗ്ലൂർ സെന്റ് സ്റ്റീഫൻസ് മാർത്തോമാ ഇടവാംഗമാണ്. കാലയവനിക്കുള്ളിൽ മറഞ്ഞ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഏറെ ബഹുമാനമുള്ള ഡോക്ടർ അലക്സ് തോമസ് അച്ഛന്റെ മകനാണ് പ്രിയ നവീൻ. അലക്സ് തോമസ് അച്ഛൻ എന്റെ അധ്യാപകനായിരുന്നു ബാംഗ്ലൂർ UGCയിൽ. എന്നെ വളരെയധികം സ്വാധീനിക്കുകയും ഒരുപാട് ശുശ്രൂഷ മാതൃകകൾ തന്റെ വിദ്യാർത്ഥികൾക്ക് പകർന്ന ഒരു അധ്യാപകനാണ്. നവീൻ തീർച്ചയായും ആ ഒരു വലിയ പൈതൃകം ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു വളരെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് ലീഡറാണ്. ഇപ്പോൾ
ട്രേഡിൻസ് എന്ന കമ്പനിയുടെ ഗ്ലോബൽ ഹെഡ് ഓഫ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് ആയി പ്രവർത്തിക്കുന്നു. ബാംഗ്ലൂർ സെന്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പൂർത്തീകരിച്ച് അദ്ദേഹം വളരെ സമർത്ഥനായ ഒരു HR ട്രെയിനറായി, ഇൻഫ്ലുവൻസറായി ഒക്കെ പ്രവർത്തിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വലിയ ശുശ്രൂഷയാണ് ടീൻസ് മേക്ക് എ ഡിഫറൻസ് എന്ന പേരിലുള്ള ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഈ കാലയളവിൽ ടീനേജേഴ്സിനായി ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നവീന്റെ ഭാഗത്തുണ്ടാകുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നതിന്, അവർക്ക് പുതിയ സ്വപ്നങ്ങൾ നൽകുന്നതിന്, ദൈവരാജ്യ സ്വപ്നങ്ങൾ നൽകുന്നതിന് നവീന് സാധിക്കുന്നു. നവീന്റെ വൈഫ് പ്രീത വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ് അവർ ഈ നാളുകളിൽ നിറവേറ്റുന്നത്. മാർത്തോമ ചർച്ച് ആനിമേഷൻ സെന്ററിനും തീർച്ചയായിട്ടും അവിടെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്. നമ്മുടെ പല പ്രോഗ്രാമുകൾക്കും നവീന്റെ ഒരു വലിയ സപ്പോർട്ട് ലഭിക്കുന്നത് ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ്. നവീന്റെ വൈഫ് പ്രീത കുടുംബമായി അവർ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റുന്നു. പ്രിയ കൊച്ചമ്മയും ഇന്ന് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഒരു നല്ല റിസോഴ്സ് പേഴ്സൺ ആണ്. നമ്മുടെ പല ഇടവകകളിലും നവീന്റെ നല്ല ശുശ്രൂഷ ലഭിക്കുന്നു. നവീനെ പരിചയപ്പെടുത്തുന്നതിന് ഈ സമയം ഞാൻ എടുക്കുകയായിരുന്നു. വളരെ സന്തോഷത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സെഷന് ഇൻട്രൊഡക്ടറി നോട്ട് പങ്കുവയ്ക്കുന്നത്, ആമുഖ വാക്കുകൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനും ഏറെ ബഹുമാനാർഹനുമായ ബഹുമാനപ്പെട്ട സീനിയർ വികാരി ജനറൽ ഡോക്ടർ ഈശോ മാത്യു അച്ഛനാണ്. അച്ഛനെ പ്രത്യേകമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സീനിയർ വൈദികർ ബഹുമാനപ്പെട്ട PN അലക്സാണ്ടർ അച്ഛൻ ഉൾപ്പെടെയുള്ള സീനിയർ വൈദികർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. എല്ലാ വൈദിക സഹോദരങ്ങളോടും എന്റെ സന്തോഷം അറിയിക്കുകയും വളരെ സന്തോഷത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ മീറ്റിംഗിൽ നമ്മെ സഹായിക്കുന്ന ധാരാളം പേരുണ്ട്. ചാൻസിന്റെ വോളണ്ടിയേഴ്സായി സഹായിക്കുന്ന മിസ്റ്റർ ജോർജ് ഐ, മിസ്റ്റർ സോബിൻ, മിസ്റ്റർ ജെഫിൻ, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സെഷനുകൾക്കും തീർച്ചയായും നിങ്ങളുടെ പങ്കാളിത്തം ഞാൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കട്ടെ. സഹോദര സഭകളിൽ നിന്ന് ചില വൈദികർ ഇതിൽ പങ്കുചേരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ഒരുമിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിൽ വളരുന്നതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവരെയും വ്യക്തിപരമായ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. 2-3 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. തുടർന്നുള്ള മാസങ്ങളിലെ സെഷനിൽ നിങ്ങളുടെ സജഷൻസ് അറിയിക്കണം. ഒരുപാട് പേർ നമ്മുടെ ഈ കാലത്ത് ഒരുപാട് മണി സ്കാംസിൽ നമ്മുടെ അച്ഛന്മാർ പലപ്പോഴും വിക്ടിംസ് ആകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഫ്രോഡിലിന്റെ ആക്ട്സ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വേണമെന്ന് പലരും പറയുണ്ടായി. അടുത്ത സെഷൻ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടായിരിക്കും. തുടർന്ന് നമ്മുടെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട പ്രായോഗികമായ പല കാര്യങ്ങൾ ഇൻസൈറ്റ്സ് ലഭിക്കുന്ന സെഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പങ്കാളിത്തവും പ്രോത്സാഹനവും വളരെ സ്നേഹത്തോടെ അപേക്ഷിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ഈ സെഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ തുടർന്ന് നവീൻ പറയും. നമുക്ക് ബ്രേക്ക് ഔട്ട് റൂംസിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സെഷന്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പോവുകയും ചർച്ചകൾക്കും ആക്ടിവിറ്റീസിനുള്ള സമയം ഉണ്ടാകും. എല്ലാവരുടെയും ആദ്യോടന്തമുള്ള സഹകരണം വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ഈശോ മാത്യു അച്ഛൻ ഒരു ഇൻട്രൊഡക്ടറി റിമാർക്സ് പങ്കുവയ്ക്കുന്നതാണ്. അച്ഛൻ പ്ലീസ്. ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട PN അലക്സാണ്ടർ അച്ഛൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ എനിക്കേറെ സന്തോഷമാണ്. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ സീനിയർ മോസ്റ്റ് മെമ്പർ ബഹുമാനപ്പെട്ട PN അലക്സാണ്ടർ അച്ഛനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട റെൻസി അച്ഛൻ പറഞ്ഞ എല്ലാ സ്വാഗത വാക്കുകൾക്കുള്ള സന്തോഷം അറിയിക്കട്ടെ. മാർത്തോമാ സഭയുടെ ആനിമേഷൻ സെന്റർ സഭാ സ്ഥാപനങ്ങളും ഇടവകളും സംഘടനകളും സഭാ ശുശ്രൂഷയും കുറെ കൂടെ സജീവമായും അർത്ഥപൂർണമായും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയും അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളും പരിപാടികളുമാണ് ക്രമീകരിക്കുന്നത്. റൻസി അച്ഛൻ ചുമതല എടുത്തതിന് ശേഷം നൂതനമായ പല പരിപാടികളും ക്രമീകരിക്കുന്നതിൽ പ്രിയപ്പെട്ട അച്ഛനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ക്ലർജി സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഒരു ക്ലാസ് ആണല്ലോ ഇന്ന് നടക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക
വളർച്ച ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പട്ടക്കാർ എല്ലാവരും അതനുസരിച്ച് എക്യുപ്ഡ് ആകണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റീവ്. പ്രിയപ്പെട്ട നവീൻ ടോം അലക്സ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ ലീഡ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട അലക്സ് തോമസ് അച്ഛനും ഞാനും ഒരേ കാലഘട്ടത്തിൽ കോട്ടയം മാർത്തോമ തിയോളജിക്കൽ സെമിനാരിയിൽ പഠിച്ചവരാണ്. അതിനുശേഷം പ്രിയ അച്ഛൻ സെമിനാരി അധ്യാപകനായി വന്നപ്പോൾ കോട്ടയം സെമിനാരിയിൽ ഒരു വിദ്യാർത്ഥിയായി ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ നവീനും ഞങ്ങളും അടുത്തടുത്ത കോട്ടയം സെമിനാരിയിൽ താമസിച്ചവരാണ്. അവിടെ നവീൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നവീൻ ഈ മേഖലയിൽ വളരെ പ്രാവീണ്യം ഉള്ള ആളാണ്. ഞാൻ പൊതുവെ ഈ ടെക്നോളജിയിൽ വളരെ അറിവ് കുറഞ്ഞിട്ടുള്ള ഒരാളാണ്. എന്നാൽ നമുക്ക് ഒരുമിച്ച് അനേക കാര്യങ്ങൾ പഠിക്കുവാൻ, ആ പഠനം നമ്മുടെ പട്ടത്ത ശുശ്രൂഷയ്ക്ക് കുറെ കൂടെ അർത്ഥവും മികവും നൽകുന്നതിന് ഇടയാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രിയപ്പെട്ട നവീനെ കാണുവാനും കേൾക്കുവാനും ഇപ്രകാരം ഒരവസരം ലഭിച്ചതിൽ വളരെ സന്തോഷം. ആനിമേഷൻ സെന്ററിന്റെ ഇതുപോലെയുള്ള നൂതനമായ പരിപാടികൾ നമ്മളെ കുറെ കൂടെ എക്യുപ്ഡ് ആക്കുന്നതിന് ഇടയാകട്ടെ. ചർച്ച് ആനിമേഷൻ സെന്ററിന് എല്ലാ അഭിവാദനങ്ങളും ഞാൻ അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു. താങ്ക് യു ഈശോ മാത്യു അച്ഛൻ. അച്ഛന്റെ വളരെ പ്രചോദനാത്മകമായ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. നമുക്ക് ഇനിയും സെഷനിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നവീന്റെ സെഷനായി ഒരുങ്ങാം. വളരെ സന്തോഷത്തോടെ പ്രിയ നവീനെ ഈ സെഷനായി സ്വാഗതം ചെയ്യുന്നു. Thank you, Rensi Achin. Respected Very Reverend Isho Matthew Achin, PM Alexander Achin, and all the Achins. It's an honor to be a part of this. ഞാനാണെങ്കിൽ ഇപ്പം ഈ ഒരു മീറ്റിങ്ങിൽ നോക്കുമ്പം എൻ്റെ കൊച്ചുനാൾ തൊട്ടേ അറിയാവുന്ന ഒത്തിരി അച്ഛന്മാര് ഈ സെഷന് ജോയിൻ ചെയ്തിരിക്കുന്നു. I mean, I'm so much in gratitude, for each one. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഒരു അപ്ബ്രിങ്ങിങ്ങിലും എൻ്റെ ഒരു ലൈഫിലും ഒത്തിരി പാർട്സ് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു സ്ഥിതിയിലായിരിക്കാനായിട്ടുള്ള ഒരു വലിയ കാരണം ഒത്തിരി അച്ഛന്മാരുടെ സപ്പോർട്ടും അവരുടെ കൂടെയുള്ള ലൈഫായിരുന്നു. അപ്പം റെൻസി അച്ഛനാണെങ്കിൽ ഈ ഒരു സെഷൻ എന്നെ വിളിച്ചപ്പം ഞാൻ ആദ്യമേ ഭയങ്കര ഒരു സർപ്രൈസ്ഡ് ആയിരുന്നു. ബിക്കോസ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും അച്ഛന്മാർക്ക് വേണ്ടി ഞാൻ ഒരു സെഷൻ എടുത്തിട്ടേ ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെഷൻ എടുക്കുന്നത്. അതിനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷേ ഞാൻ ഈ സെഷൻ വന്നതിന്റെ മെയിൻ കാരണം ബിക്കോസ് ഓഫ് ദ ലവ് ഫോർ ദ മാർത്തോമ സഭ. ഞാൻ കൊച്ചിലെ തൊട്ടേ ഈ സഭ കാരണമാണ്. എൻ്റെ പപ്പാനിൽ അച്ഛനായിരുന്നു. ഈ ഒരു സഭയുടെ ഒരു അപ്ബ്രിങ്ങിങ് കൂടാണ് ഞാൻ ഈ ഒരു രീതിയിൽ എത്തിയത്. അതുകൊണ്ട് ഞാനാണെങ്കിൽ മാർത്തോമ സഭയോട് ഓൾവേസ് ഐ മീൻ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു സെഷനെ കാണുന്നത്. അപ്പം എൻ്റെ ലൈഫിൽ ഇനി ഓവറോൾ ഇൻ മൈ ലൈഫ് ഞാൻ പഠിച്ച കാര്യങ്ങളും ഞാൻ അറിയുന്ന കാര്യങ്ങളും എത്രയും നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഷെയർ ചെയ്ത് നമ്മുടെ സഭ വൺ ഓഫ് ദ ബെസ്റ്റ് സഭയായിട്ട് ഈ ലോകത്തിൽ റെലവെന്റ് ആയി ഇരിക്കാനായിട്ടാണ് എൻ്റെ താല്പര്യം. അപ്പം അതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ ഞാനാണെങ്കിൽ പ്ലാൻ ചെയ്യുന്നത്, എനിക്കറിയാം ഒത്തിരി പേരും ആലോചിക്കുമായിരിക്കും നമ്മളിപ്പോൾ ഒരു HR വിച്ച് ഇസ് ലോട്ട് മോർ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡൊമെയിൻ ആണ്. നമ്മുടെ ചേർച്ച് ആണെങ്കിൽ ഒരു ബിസിനസ് ഫോക്കസ് ഇല്ലാത്ത ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകും എനിക്കറിയാം ഒത്തിരി പേരുടെ മനസ്സിൽ ആ ഒരു ചിന്തകളുണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു സെഷൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരായിട്ട് എങ്ങനെയാണ് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ അതിന്റെ ഒരു ബേസിസിലാണ്. ഞാനാണെങ്കിൽ പെർഫോമൻസ് ഫൈനാൻസ് ആ ഒരു രീതിയിലോട്ടൊന്നും പോകുന്നില്ല. ഇന്നത്തെ ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ഡു വി എൻഗേജ് വിത്ത് ആർ പീപ്പിൾ. അപ്പൊ അതിന്റെ ഒരു
ബേസിസിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു പ്രസന്റേഷൻ ഉണ്ട്, അതൊന്ന് ഷെയർ ചെയ്യാം. റിൻസേച്ച ഒന്ന് പറയണം അത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. കാണാം. ഓക്കെ. അപ്പം ഈ ഒരു സെഷന് ഞാൻ ടൈറ്റിൽ ഇട്ടേക്കുന്നത് പസ്റ്റോറൽ എക്സലൻസ് ടൂൾസ് ആൻഡ് പ്രാക്ടീസസ് ഫോർ ഇമ്പാക്ട്ഫുൾ ലീഡർഷിപ്പ്. അപ്പോൾ നമ്മളാണെങ്കിൽ അടുത്ത ഒരു 1 hour നമ്മളാണെങ്കിൽ ഒരുമിച്ചൊരു ലേണിംഗ് സെഷനാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് 1 hour നമ്മളാണെങ്കിൽ ഇതിലൊന്ന് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു സമയമായിട്ടാണ് ഞാനിത് തിരിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫക്റ്റീവ്നെസ് ഓഫ് എ പാരിഷ്. അപ്പം ഞാനാണെങ്കിൽ പല പള്ളികളിൽ പല മിനിസ്ട്രി, റൈറ്റ്, ടീംസ്, യൂത്ത്, റൈറ്റ്, പിന്നാണെങ്കിൽ റീസെൻ്റ്ലി ഫാമിലി റിട്രീറ്റ്സ്, അങ്ങനെ പല സെഷൻസിനായിട്ട് ഞാൻ പോകുമ്പം സം ഓഫ് മൈ ഒബ്സർവേഷൻസ്, റൈറ്റ്. അപ്പം അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്യൂ ഒബ്സർവേഷൻസ് പറഞ്ഞ് അതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്നത് there's a change in our ministry model. അപ്പം അതെന്തോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ റീസൺ കൊണ്ടാണ് ഈ ഒരു പസ്റ്റോറൽ എക്സലൻസ്, ഇമ്പാക്ട്ഫുൾ ലീഡർഷിപ്പ്, ഇതിൻ്റെയൊക്കെ റെലവൻസ് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കിക്കൊണ്ട് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡർ എന്ന് പറഞ്ഞാൽ ആരാണ്, റൈറ്റ്. അപ്പം അതിന് നമുക്കാണ് ഡെഫിനിഷൻ അല്ല, പക്ഷേ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് ടു ഹൂ ഇസ് എ ലീഡർ, ഹൂ ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡേഴ്സ്, പിന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അവിടുന്ന് പിന്നെ നമ്മളാണെങ്കിൽ സിസ്റ്റംസ്, നമ്മളാണെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഓർഗനൈസേഷൻ ഇതിനെല്ലാം നോക്കുമ്പം ഒരു സിസ്റ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണെങ്കിൽ ഞാൻ ഒരു സിസ്റ്റം നമുക്ക് നോക്കാം. അതാണെങ്കിൽ ലൈഫ് സൈക്കിൾ ഓഫ് എ പാരിഷ് മെമ്പർ, അതായത് നമ്മുടെ പാരിഷ് മെമ്പേഴ്സ് അവരുടെ ഓരോരോ ഫേസസ് ത്രൂ അവരാണെങ്കിൽ ഒരു ലൈഫ് സൈക്കിൾ സ്റ്റേജിൽ കൂടെ അവർ പോകുന്നത്. അപ്പോൾ അതെന്തുവാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നാണെങ്കിൽ ഞാൻ നമ്മുടെ HR ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് അത് ഞാനാണെങ്കിൽ നമ്മുടെ ചർച്ചിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ കൺവേർട്ട് ചെയ്ത് അത് നമുക്ക് എങ്ങനെയാണ് ഒരു സിസ്റ്റമിക് ഒരു പ്രോസസ്, ഒരു സയൻറ്റിഫിക് വേ നമുക്കിത് യൂസ് ചെയ്ത് നമ്മുടെ മിനിസ്ട്രീസും നമ്മുടെ ഇൻട്രാക്ഷൻസും നമ്മുടെ എല്ലാ എഫേർട്സും മീനിങ് ഫുൾ ആക്കാൻ പറ്റുന്നത്. അപ്പം അതാണ് നമ്മൾ 4ാമത്തെ ഒരു സെഷനായിട്ട് നോക്കുന്നത്. അപ്പം അതിനകത്ത് ടൂൾസ് ആൻഡ് ഫ്രെയിംവർക്ക്, ഈ ഈച്ച് ലൈഫ് സൈക്കിൾ സ്റ്റേജസും എങ്ങനെയാണ് നമുക്കതൊരു ഇഫക്റ്റീവായിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ട് റൂംസ് ആയിട്ട് പോയി ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് ഒന്നൊരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റിലായിരുന്നു കുറേ നാളായിട്ട് എൻ്റെ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ളത്. പക്ഷേ ഈ ചർച്ച് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ ഞാനാണെങ്കിൽ ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് ഇതിനകത്ത് വന്നത്. ഞാൻ ഇതിനകത്ത് ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു രീതിയിലോട്ട് ഞാൻ വരുമെന്നുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഒരു ജോബ് ബ്രേക്കിൽ നിന്ന് ഞാൻ വേറെ ഒരു ജോബിലോട്ട് മാറുന്ന ഒരു പീരീഡിലാണ് നമ്മുടെ ദുബായ് പാരിഷ്, അന്നാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ജിജോ മുത്തേരി അച്ഛൻ, ബിജി അച്ഛൻ, പിന്നെ ബിനോയ് ബേബി അച്ഛൻ, ഈ 3 അച്ഛന്മാരായിരുന്നു ഇപ്പം അവിടെ ഉള്ളത്. അപ്പോൾ ഈ അച്ഛന്മാരാണെങ്കിൽ ആണ് എന്നെ ആക്ച്വലി അവിടുത്തെ പാരിഷ് ഓർഗനൈസേഷൻസിൻ്റെ ഒരു റിട്രീറ്റിനായിട്ട് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ അങ്ങനെ അത് കൂടാതെ പലതുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി വന്നപ്പം എനിക്കാണെങ്കിൽ അച്ഛൻ പറഞ്ഞു ഈ ഒരു സെഷൻ എടുക്കണം. അപ്പോൾ അന്നാണ് ഞാൻ ആക്ച്വലി ഒന്ന് ഇരുന്ന് ആലോചിക്കുകയും ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഈ ഒരു HR കരിയറും നമ്മുടെ ചേർച്ചിൻ്റെ ഒരു മിനിസ്ട്രിയും തമ്മിലൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇപ്പം ഞാൻ നിങ്ങളെ ഇപ്പം ഈ സ്കിൽ ഡെവലപ്മെന്റ് എടുക്കാൻ പോകുന്ന ഈ ഒരു സെഷൻ്റെ ഒരു കോണ്ടന്റും ഇതിൻ്റെ ഒരു പെഡഗോഗിയൊക്കെ ഉണ്ടായി വന്നത്. അപ്പോൾ ഇത് വലിയൊരു ഞാനൊരു ഓണറായിട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഒരു മൂവ്മെന്റിനകത്തുണ്ട്. അപ്പം റിൻസി അച്ഛൻ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. നമുക്കാണെങ്കിൽ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് നമുക്ക് ചെയ്യാം. എനിക്ക് ആക്ച്വലി സ്ക്രീൻ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ഇടാം, അൺമ്യൂട്ട് ചെയ്യാം. റിൻസി അച്ഛൻ, എനിക്ക് ആക്ച്വലി ഇപ്പം സ്ക്രീനിൽ എനിക്ക് എൻ്റെ സ്ലൈഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം അച്ഛാ, ഐ നീഡ് ഹെൽപ്പ് ദെയർ. അപ്പോൾ അത് വെച്ച് നമുക്കാണെങ്കിൽ മുമ്പോട്ട് പോവാം. ഞാനാണെങ്കിൽ എൻ്റെ 3-4 എക്സ്പീരിയൻസസ്, റൈറ്റ്, ഇതാണെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ആണ്.
ഞാൻ പറയാൻ വരുന്നത് നമ്മുടെ പാരിഷിലെ നെഗറ്റീവ് ആണെന്നല്ല, ഒത്തിരി പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇഫക്റ്റീവ്നെസ് ഓഫ് പാരിഷിനെ കുറിച്ച് നമ്മുടെ ഫോക്കസ് ആയിക്കൊണ്ട് എൻ്റെ ചില എക്സ്പീരിയൻസസ് ഞാൻ ഫേസ് ചെയ്തത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാണ്. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ ഒരു ടീംസ് ക്യാമ്പിന് വേണ്ടി ചേർച്ച് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ ഞാൻ പോയി. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ സെഷൻ എടുത്തുകൊണ്ടിരിക്കുവാണ്. ആ സെഷൻ എടുക്കുന്ന സമയത്ത് അവിടെ പല പിള്ളേരുകൾ അവിടെ മോഡേൺ ബ്രോട്ടപ്പ്, റൈറ്റ്, അവിടെ ജനറേഷൻസ് ആയിട്ടുണ്ട്, ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള പിള്ളേരുണ്ട്. പിന്നെ ദർ ആർ പീപ്പിൾ ഹൂ ഹാവ് കെയിം ഫ്രം കേരള ഇൻ ടു ദാറ്റ് പ്ലേസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സെഷനൊക്കെ എടുത്ത് വന്ന് നോക്കിയപ്പം ആ ഫാമിലി കോൺഫറൻസിൻ്റെ സിംഗിങ് സെഷന് ലീഡ് ചെയ്യുന്ന ഒരാൾ ടീനാണ്. അപ്പം ഞാനാണെങ്കിൽ ഈ സെഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു Q&A സെഷൻ വന്നപ്പം ഈ ലീഡ് ചെയ്യുന്ന ഈ ഒരു യങ്സ്റ്റർ, റൈറ്റ്, എനിക്ക് തോന്നുന്നു ഹി മസ്റ്റ് ബി 14-15 ഇയേഴ്സിൻ്റെ ആ ഏജിലുള്ള ഒരാളാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ക്വസ്റ്റ്യൻ, അല്ലെ ആ കുഞ്ഞിൻ്റെ ഒരു കോമൻ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ Christ, I don't believe in Jesus, I don't believe in God. Right? അപ്പം just to keep the story very short, ഈ സിംഗിങ് സെഷൻ ലീഡ് ചെയ്യുന്ന ആള് ക്വയറിലുള്ള പള്ളിയുടെ എല്ലാ പ്രൈസ് ആൻഡ് വർഷിപ്പിലും ഏറ്റവും മുമ്പിലുള്ള ഒരാൾ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ഹീ സ്റ്റിൽ ഡൂയിങ് ഇറ്റ്. അപ്പം അന്ന് ഞാനാണെങ്കിൽ ഐ കൺഫ്രണ്ടഡ് ഹിം. അപ്പം ഈ ഒരു കോൺഫറൻസിൻ്റെ അവസാനം ഒരു ഫീഡ്ബാക്ക് സെഷനൊക്കെ ഉണ്ട്. അന്ന് ആക്ച്വലി ഈ പിള്ളേരെല്ലാവരും ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ്. രണ്ടാമത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു സെഷൻ ഒരു പള്ളിയിൽ എടുത്തപ്പം അവിടുത്തെ കെയർ ടേക്കറിൻ്റെ പിള്ളേർ അവരും ഈ ഒരു യങ് കിഡ്സ് ആണ്. അപ്പം ഞാൻ ഈ സെഷൻ എടുത്ത് നോക്കിയപ്പം ഈ രണ്ട് പിള്ളേരെ ആക്ച്വലി ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരുത്തിയേക്കുന്നത്. നമ്മുടെ പിള്ളേരെല്ലാം ഒരു സൈഡിൽ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇൻക്ലൂഷൻ, നമ്മുടെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം, ജീസസ് ക്രൈസ്റ്റിനൊരു വേർതിരിവില്ല എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ പള്ളികളുടെ സെർമൻസിലും സൺഡേ സ്കൂളിലും യൂത്തിലും എല്ലാം പഠിപ്പിച്ചുകൊണ്ട് വരുമ്പം ഈ പെർട്ടിക്കുലർ പിള്ളേരിങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുവാണ് ഇവിടെ ജോയിൻ ചെയ്യാത്തത്? അപ്പോഴാണ് എന്നോട് പറഞ്ഞ്, ആ സൺഡേ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇരിക്കാവൂ, നിങ്ങൾ ഈ മെയിൻ ഗ്രൂപ്പിനകത്തോട്ട് വന്നിരിക്കില്ല. അപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ്. ഓക്കെ, ഞാനാണെങ്കിൽ ഈ VBSന്റെ പിക്ചർ ഇട്ടുന്ന ഈ പള്ളിയെ കുറിച്ചല്ല, ഞാൻ ജസ്റ്റ് ഒരു റീസെന്റ് VBSന്റെ ഒരു പിക്ചർ ഇട്ടുന്നേ ഉള്ളൂ, ഒരു എക്സാമ്പിൾ പറയാനായിട്ട്. പക്ഷേ ഈ പള്ളി കുറിച്ചല്ല ഞാൻ പറയുന്നത്. വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ VBSന്റെ സെഷൻസ്, മെയിൻ സെഷൻസ് എടുക്കുമ്പം, എസ്പെഷ്യലി സീനിയർ സെഷൻസ് എടുക്കുമ്പം, ഐ വാസ് വെരി ഷോക്ക്ഡ് ദാറ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് സ്റ്റോറീസ്, അതിനകത്ത് ക്യാരക്ടേഴ്സ്, അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അവർക്കാണെങ്കിൽ അതൊന്ന് എടുത്ത് അവരുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ത്രൂ ഒന്ന് റീസൺ ഔട്ട് ചെയ്യുക, ഇതിനൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യത്തെ എൻ്റെ ഡേ കഴിഞ്ഞ് ഞാൻ അവിടുത്തെ കൺവീനറിനോട് സംസാരിച്ചപ്പം അവർ പറയുന്നത്, ഈ സൺഡേ സ്കൂളിൻ്റെ കരിക്കുലം അവർക്ക് ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിരിക്കുന്നത്. പക്ഷേ എനിക്ക് അതിനകത്തു നിന്നൊരു ചിന്ത വന്നത്, റൈറ്റ്, ആ ഒരു സൺഡേ സ്കൂളിനെ കുറ്റം പറയാതെ ഇത്രയും ഇവരാണെങ്കിൽ കിൻഡർ ഗാർഡൻ, നഴ്സറി തൊട്ട് യങ് അഡൽട്സ് വരെ വന്ന് പിള്ളേർക്ക് ഇതൊന്നും അറിയാൻ പറ്റുന്നില്ല. റൈറ്റ്, അപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ്. പിന്നെ അവസാനത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ പലയിടത്ത് ചെല്ലുമ്പം ഇപ്പം ഈ ഒരു ലീഡർഷിപ്പ്, ഒരു ചേർച്ച് ലീഡർഷിപ്പ്, നമ്മുടെ പ്രീസ്റ്റ് മാത്രമല്ല, ക്ലർജി മാത്രമല്ല, റൈറ്റ്, നമുക്കാണെങ്കിൽ ഒരു എക്സ്റ്റൻഡ് ടീമുണ്ട്, നമ്മുടെ കമ്മിറ്റി ഉണ്ട്, ഓർഗനൈസേഷണൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. ഞാനിപ്പോൾ കണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒത്തിരി പേരും ഈ ഒരു പൊസിഷനിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു പേരിന് വേണ്ടി, റൈറ്റ്, എസ്പെഷ്യലി ഒരു റിപ്പോർട്ട് റൈറ്റിംഗ്. ഞാനാണ് നമ്മുടെ സഭയെ കണ്ടിരിക്കുന്നത് കാര്യം, റിപ്പോർട്ട് റൈറ്റിംഗ്, ഓരോ വർഷത്തെ റിപ്പോർട്ട് എങ്ങനെയാണ് എൻ്റെ ഒരു എഫേർട്ട് കൊണ്ട് ഇച്ചിരി ബെറ്റർ ആകുന്നത്, റൈറ്റ്. അപ്പം അത് ഒത്തിരി കോൺവെർസേഷൻസ് ഞാനത് കിട്ടുന്നുണ്ട്. രണ്ടാമത്തേത്, ഇന്നത്തെ ഒരു പള്ളി വരുന്നതും ഈ ഓർഗനൈസേഷൻസിന്റെ പാർട്ടാകുന്നതും ഒക്കെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു അപ്രോച്ചാണ്, റൈറ്റ്. എങ്ങനെയാണ് എൻ്റെ പേഴ്സണാലിറ്റി ഇത് കൂടെ ഒക്കെ ചെയ്ത് ഒന്ന് ഡെവലപ്പായി നാളെ എനിക്കൊരു ഇന്റർവ്യൂ നല്ലതായിട്ട് ഫേസ് ചെയ്യാനായിട്ടും, എനിക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നല്ലതായിട്ട് ഒന്ന് ഡിബേറ്റ് ചെയ്യാനും,
എൻ്റെ ജോലികളിലാണെങ്കിൽ എനിക്കാണെങ്കിൽ നല്ലതായിട്ട് ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാനായിട്ടും. അപ്പം ഇതിൻ്റെ ഒരു ഫോക്കസ് ആണെങ്കിൽ ഇസ് മോർ ടുവേർഡ്സ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അപ്പോൾ ഇതാണ് സം ഓഫ് ദി എക്സ്പീരിയൻസസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാരിഷിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഈ സം ഓഫ് ദി എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു ചിന്തയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ ഓരോരോ സിറ്റുവേഷൻസ്, ഐ എം ഷുവർ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അച്ഛന്മാർക്കും ഇതല്ലെങ്കിലും നിങ്ങൾക്കും പല 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 അനുഭവങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ കൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കും. നിങ്ങളൊരു സ്ട്രഗിളിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത്. അത് എനിക്കറിയാം, പല അച്ഛന്മാരോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തെ ഒരു ഷിഫ്റ്റ് വന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഒരു രീതിയിലോട്ട് വന്നേക്കുന്നത്. റൈറ്റ്? എൻ്റെ ഷിഫ്റ്റ് എന്തുവാണ്? നമ്മുടെ സഭ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ നിന്ന് എ ബോഡി ഓഫ് ബിസിനസ്. റൈറ്റ്? ആ ഒരു ഷിഫ്റ്റിന്റെ റീസൺ കൊണ്ടാണ് ഈ ഒത്തിരി കാര്യങ്ങൾ വരുന്നത്, ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പൊ നമുക്ക് ഇതിച്ചൂടെ നോക്കാം, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് ബോഡി ഓഫ് ബിസിനസ് എന്തുകൊണ്ടാണ് ആകുന്നത്. അപ്പം ഇന്ന് നമ്മളാണെങ്കിൽ എനിക്കറിയത്തില്ല നമ്മുടെ സഭയിൽ പെർഫോമൻസ് എത്ര നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്തിൽ പെർഫോമൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്? നമ്മുടെ ഏത് കാര്യം ചെയ്താലും എത്ര നല്ലതായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നതാണ് എല്ലാവരും നോക്കുന്നത്. ആ പെർഫോം എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഒരു ഗ്രോത്ത് വരാനായിട്ട്. ഒന്നെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള ഗ്രോത്ത്, അല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗ്രോത്ത്, അല്ല നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മിനിസ്ട്രിയുടെ ഗ്രോത്ത്. ഈ എല്ലാ ഗ്രോത്ത് വരാനായിട്ടാണ് നമ്മുടെ എല്ലാ എഫേർട്സും മുമ്പോട്ട് പോകുന്നത്. അപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഇതൊരു നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ്? നമ്മളൊരു തെറ്റായ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. So what do I need to do to grow my ministry, grow myself, grow the church, grow the parish, right? ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഡിഫറെന്റ് സിറ്റുവേഷനിലോട്ട് നമ്മൾ വരുന്നത്. പക്ഷെ ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭ ബോഡി ഓഫ് ക്രൈസ്റ്റ്, റൈറ്റ്? നമ്മുടെ ഒരു ബോഡി നമുക്ക് നോക്കാം, നമ്മുടെ അനാലിസിസ് എടുക്കാം, നമ്മുടെ സ്വന്തമായിട്ടൊരു ബോഡി നോക്കാം. നമ്മളെല്ലാവരും പല പല ഏജ് ഗ്രൂപ്പിൽ ഇരിക്കുന്നവരാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്ക് ഫുഡ് കഴിക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മൾ ഈ ബോഡി ഓഫ് ബിസിനസ്സിലോട്ട് വരുമ്പോഴാണ് ഗ്രോത്ത് നാച്ചുറൽ അല്ലാതെ നമുക്കാണെങ്കിൽ അതിന് മാർക്കറ്റിംഗ് ചെയ്യണം, ക്യാമ്പയിൻ ചെയ്യണം, അതിന് പ്രോഡക്റ്റ് സർവീസ് ഒത്തിരി കാര്യമാണ്. ഞാൻ അതിലോട്ട് പോകുന്നില്ല, ബിസിനസ് തലങ്ങളിലോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആകുവാണെങ്കിൽ, നമ്മുടെ ഫോക്കസ് ബോഡി ഓഫ് ക്രൈസ്റ്റിലാകുവാണെങ്കിൽ ഗ്രോത്ത് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻസ്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചേഞ്ച് ചെയ്യണം, റൈറ്റ്? ഇറ്റ് ഈസ് നോ മോർ അബൌട്ട് ഗ്രോത്ത്, ബിക്കോസ് ഗ്രോത്ത് വിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ, റൈറ്റ്? പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാണ്? നമ്മുടെ ഗ്രോത്ത് ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ആണോ? ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ചിന്താഗതികളും, നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഒരു കാര്യം നമ്മൾ പെർസ്പെക്റ്റീവ്, നമ്മൾ എങ്ങനെയാണ് അതിനെ ഒന്ന് നോക്കുന്നത്, എല്ലാം ചേഞ്ച് ചെയ്യും. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് ഈ ഒരു പുതിയ ക്വസ്റ്റ്യൻ നോക്കുമ്പം. ഇഫ് ഗ്രോത്ത് ഇസ് ഗോയിങ് ടു ബി ഓട്ടോമാറ്റിക് ബിക്കോസ് ചർച്ച് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, then the question now is, how is the health of this growth? ഈ ഗ്രോത്ത് ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ആണോ? അപ്പം നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ട് ആണോ എന്ന് ചോദിക്കുമ്പം നമുക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഞാനിപ്പോൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, ഒന്നൊരു എൻഗേജിന് വേണ്ടി. എങ്ങനെയാണ് നമ്മുടെ ബോഡി ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് അറിയാവുന്നത്? അല്ല ഒന്നൊന്ന് പറയാമോ? ഹൗ ഡു വി നോ ഇഫ് അവർ ബോഡി ഈസ് ഹെൽത്തി ഓർ നോട്ട്? ഒരു വൈറൽ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി റെസ്പോണ്ട് ചെയ്യും. Very nice. Our immunity is the deciding factor. Is our body healthy or not? Very nice, right? അപ്പം നമ്മുടെ ബോഡിയിൽ ഒരു 9 സിസ്റ്റംസ് ഉണ്ട്. ബയോളജി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അറിയാം, ഒരു 9 സിസ്റ്റംസ് ഉണ്ട്, റൈറ്റ്? നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം, റൈറ്റ്? എൻഡോക്രൈൻ സിസ്റ്റം. സോ പല സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റംസിന് ഒരു ബ്രേക്കേജ് വരുമ്പോഴാണ് നമുക്ക് ഹെൽത്തിന് ഇഷ്യൂ വരുന്നത്. അപ്പം എൻ്റെ മൂന്നാമത്തെ ആ ഒരു ട്രെയിൻ ഓഫ് തോട്ട്, നമ്മുടെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, നമ്മുടെ പള്ളി, നമ്മുടെ ചർച്ച്, growth automatically happens. The importance is, how is the health of the church? How is the health of this growth that is happening in our church is the important part. Especially another very important, our health നല്ലതായിട്ട് വരണമെങ്കിൽ നമ്മുടെ സിസ്റ്റംസ്, നമ്മുടെ പള്ളിയുടെ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ സിസ്റ്റംസ് എങ്ങനെയുള്ളതാണ്,
ആ സിസ്റ്റംസിന് ഒരു ബാലൻസ് വന്നില്ലെങ്കിലാണ് നമ്മുടെ ഹെൽത്തിന് ഓരോരോ ഇഷ്യൂസ് വരുന്നത്. അപ്പൊ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ എല്ലാവരുടെയും പള്ളികളിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ദ പാരിഷ് ടുഡേ? റൈറ്റ്, ഇതിന് ആൻസർ പറയണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഒരു ക്രൈസ്റ്റ് ആണോ ആ പാരിഷിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ്, അതോ other end of the spectrum is the body of business, right? Or അതിന്റെ in between ആണോ? നമുക്കതൊന്ന് ആലോചിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ് പോകുമ്പം one of the most important thing is that we need to take that decision, that resolve that going forward the driving force of my parish has to be the body of Christ. And if it is the body of Christ, growth automatically happens. The focus has to be on the health of the growth that is happening in my church and in my organizations. And is there a balance in the systems that are there within? അപ്പോൾ ഞാൻ ഈ സിസ്റ്റംസ് പറഞ്ഞപ്പം നമ്മുടെ ഒരു ചേർച്ച് ഞാൻ നോക്കുവാണെങ്കിൽ ഒരു 5 systems ആണ് ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ നോക്കുവാണെങ്കിൽ. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു 5 കാര്യത്തിനകത്താണ് റിവോൾവ് ചെയ്യുന്നത്. 1 is worship, 2nd is fellowship, 3rd is discipleship, 4th is ministry, and 5th is evangelism. Right? നമ്മുടെ ഈ ഒരു 5 systems ആണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസ്, നമ്മുടെ പള്ളികളിലുള്ള എല്ലാ ആക്ടിവിറ്റീസിന്റെയും സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഈ 5 കാര്യങ്ങളാണ്. ആൻഡ് ഈ 5 കാര്യങ്ങളിലും ഒരു ബാലൻസ് വരണം. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് വെച്ച് നോക്കുവാണെങ്കിൽ, റൈറ്റ്, ബിക്കോസ് ഓഫ് ദ കോണ്ടെക്സ്റ്റ്, ഇപ്പൊ ആണെങ്കിൽ ഒരു പള്ളിയിൽ ഒത്തിരി യങ്ങർ ജനറേഷൻ ഉണ്ടെങ്കിൽ the focus goes more towards worship, praise and worship, right? Pinaningla, a lot of things around ministry, which is how do you serve, right? Enganana nammal community aayittu serve cheyna. Nammade discipleship ina maybe adoru low priority ayi pogum. Evangelism also might become a low priority. Fellowship, yeah, because of the ministry and worship maybe there is a fellowship, but there is not a deep fellowship, right? പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്, ഈ 5 കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ പാരിഷ് ഇഫക്റ്റീവ് ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു ഫസ്റ്റ് സെഗ്മെന്റ് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇഫക്റ്റീവ്നെസ് ഓഫ് എ പാരിഷ്. എന്തെങ്കിലും ഒരു റിമാർക്ക്, എന്തെങ്കിലും ഒരു കോമെന്റ് ആർക്കില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എളുപ്പം ഒന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. ഡസ് ദിസ് മേക്ക് സെൻസ്? ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ചെറിയൊരു ഫീഡ്ബാക്ക് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ്? ഓക്കെ, മുമ്പോട്ട് പോന്നു. അപ്പോൾ അടുത്തത് ഞാനാണെങ്കിൽ ഈ പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഒരു മോഡൽ, ഞാൻ HR-ലായിരിക്കും പോലെ എല്ലാ HR ആൾക്കാരും നോക്കുന്നത് ഒരു ഫ്രെയിം വർക്ക്, ഒരു മോഡൽ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പം ഒരു പേർപ്പസ് ഡ്രിവൻ ചേർച്ച് മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഞാൻ കണ്ടത്. അപ്പൊ അതിനകത്താണെങ്കിൽ പറയുന്നത് ബ്യൂട്ടിഫുള്ളി, റൈറ്റ്, നമ്മുടെ ഒരു അപ്രോച്ച് ടു മിനിസ്ട്രി ഈ ഒരു മോഡൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, റൈറ്റ്. അപ്പോൾ ആദ്യമേ നമ്മുടെ ചേർച്ച് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ്, റൈറ്റ്. നമ്മുടെ മാർത്തോമ സഭ ആക്ച്വലി ഇപ്പം ഒത്തിരി വർഷങ്ങളായിട്ട് ഉള്ളത് കൊണ്ട്, റൈറ്റ്, നമ്മൾ പല ലൈക്ക് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഇപ്പം നമ്മൾ വെളിയിൽ വന്ന് ഇപ്പം ഞാൻ ഇപ്പൊ കർണാടക, റൈറ്റ്, വി ഹവ് ഗോൺ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ചേർച്ച് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മളാണെങ്കിൽ നമ്മുടെ ഒരു പ്രസൻസും നമ്മുടെ ഒരു ഇവാഞ്ചലിസം, ആ ഒരു അപ്രോച്ച് ത്രൂ ഒത്തിരി പേര് ദൈവത്തിനെ അറിഞ്ഞ് പള്ളി വരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഒരു പള്ളിയിൽ നിന്ന് വേറൊരു പള്ളികളിലോട്ടാണ് ആൾക്കാർ മാറുന്നത്. റൈറ്റ്, മിഷൻ ഫീൽഡിലൊക്കെ ഉള്ള അച്ഛന്മാരുണ്ടെങ്കിൽ അവിടെ ആണെങ്കിൽ മേ ബി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു ക്രൗഡിലോട്ട് നമ്മുടെ പള്ളിയിലോട്ട് വരുന്ന ഒരു ഫോക്കസ് ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു urban സെറ്റപ്പിൽ എടുക്കുവാണെങ്കിൽ ഒരു പള്ളിയിൽ നിന്ന് മറ്റേ പള്ളിയിലോട്ട് ഇങ്ങനെ ചാടിച്ചാടിയാണ് വരുന്നത്. അവിടെ നിന്ന് മറ്റേ സഭയിൽ പോകും, പിന്നെ ഇങ്ങോട്ട് വരുന്നു. വിത്തിൻ മാർത്തോമ ഇറ്റ്സെൽഫ് ഒരു പ്രസ്റ്റീജിന്റെ ഇത് വെച്ച് പീപ്പിൾ ചൂസ് ആൻഡ് പിക്ക് ഡിഫറെന്റ് ചർച്ചസ്, റൈറ്റ്. അപ്പം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്രൗഡ് എന്ന് പറയുന്നത് അതൊരു പള്ളിയിൽ വരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി പേര് പള്ളി വരും, മെമ്പർഷിപ്പ് ഒന്നും എടുക്കത്തില്ല, അവരാണെങ്കിൽ വന്ന് ഇങ്ങനെ പോകുന്നു. അതാണ് ഒരു ക്രൗഡിന്റെ ഒരു പെർട്ടിക്കുലർ ഫാസറ്റ്. അവിടുന്ന് അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത് കോൺഗ്രിഗേഷൻ ആണ്. മെമ്പർഷിപ്പ് എടുത്ത് നമ്മുടെ പള്ളിയിലാണെങ്കിൽ മെമ്പറായിട്ടാവുന്നു, അത് നമ്മൾ കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നു. ആ കോൺഗ്രിഗേഷനിൽ നിന്ന് കുറച്ച് പേര് ഒരു കമ്മിറ്റഡ് മെമ്പറായിട്ട് വരുന്നു, നമ്മുടെ ആക്ടിവിറ്റീസിലും
സബ്സ്ക്രിപ്ഷൻ തരികയും റൈറ്റ് എല്ലാ കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അവിടുന്ന് ആണെങ്കിൽ ഒരു ഗ്രൂപ്പാണ് കോർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സെക്രട്ടറീസും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, നമ്മുടെ ഓർഗനൈസേഷണൽ ലീഡേഴ്സ്, റൈറ്റ്. പിന്നെ നമുക്കാണെങ്കിൽ കുറച്ച് പേര് പേരൊന്നും വേണ്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരും നല്ല കോർ ടീമായിട്ട് നമ്മൾ അടുത്ത് വർക്ക് ചെയ്യുന്നു. അവിടെ നിന്നാണ് ഒരു ലാസ്റ്റ് ബിറ്റ്. ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അച്ഛന്മാരും ഈ ഒരു കോർ ഗ്രൂപ്പിൽ നിന്നാണ് ലാസ്റ്റ് സ്റ്റേജിലോട്ട് വന്നിരിക്കുന്നത്. അത് കമ്മീഷൻ, റൈറ്റ്, deciding to submit yourself fully for Christ as a priest, as a bishop, as an evangelist, as a they're a monk, right? അങ്ങനാണെങ്കിൽ പല പല രീതിയിൽ നമ്മളാണെങ്കിൽ സബ്മിറ്റിംഗ് ആ ലൈഫ്. അവിടെ ആണെങ്കിൽ പിന്നെയും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോക്സ് പിന്നെയും കമ്മ്യൂണിറ്റി പോന്നു. അവിടുത്തെ നമ്മുടെ ഇവാഞ്ചലിസം, ദൈവത്തിനെ അറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു അനാലിസിസ് വെച്ച് ഞാൻ നോക്കുമ്പം നമ്മുടെ ഒരു ഡേഞ്ചർ ഈ ഒരു മോഡലിനകത്ത് വന്നേക്കെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കോർ ഗ്രൂപ്പിൽ വരുന്ന ഒത്തിരി പേരും ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജസിൽ കൂടെ പോയല്ല വരുന്നത്. കുറച്ച് പേരൊന്നും കമ്മിറ്റഡ് ഒന്നും ആയിട്ടില്ല, ബൈബിൾ ശരിക്കും ഒന്നും അറിയത്തില്ല, അവരുടെ ഡേ ടു ഡേ ലൈഫ് ക്രൈസ്റ്റ് ഇല്ല, റൈറ്റ്. അങ്ങനെ ഒരു കോറിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു രീതി ഞാൻ കണ്ടുവരുന്നത്, ഈ കോറായിട്ട് നമുക്ക് കുറച്ച് പേരുണ്ട്. നമ്മുടെ ഡെമോക്രാറ്റിക് അപ്രോച്ച് കാരണം നമുക്കൊരു ഇലക്ഷൻ ഉണ്ട്. അന്നതാണെങ്കിൽ ചിലയിടത്തൊക്കെ ഞാൻ പപ്പയുടെ മിനിസ്ട്രി കൂടെ കണ്ടിട്ടുണ്ട്, ചിലർ ഗ്രൂപ്പൊക്കെ വെച്ച് വന്ന് കുറച്ച് പേരെയൊക്കെ പൊസിഷൻ പറഞ്ഞ് കയറ്റും, പിന്നെ അത് ചെയ്തില്ലേ വഴക്കുണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡെമോക്രാറ്റിക് ഒരു സെറ്റപ്പിൽ വരുന്നത്, റൈറ്റ്. ആൻഡ് വെൻ യു ഗിവ് ദാറ്റ് ഡെമോക്രസി, ഇതൊക്കെ അതിനൊരു പാർട്ട് ആൻഡ് പാർസലാണ്. ഇതൊക്കെ ചേഞ്ച് ആവുമോ ഇല്ലോ എന്നുള്ളത് അറിയത്തില്ല. അതൊരു വേറൊരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്, അതിനകത്തോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയിൽ വരുന്ന ഈ ഒരു കോർ ആൾക്കാർ ഈ ഒരു രീതിയിൽ വന്ന് അവിടുന്നാണ് നമ്മുടെ ഒരു കമ്മിറ്റഡ് ആക്കാനായിട്ടുള്ള ഒരു അപ്രോച്ച് നോക്കുന്നത്. അവിടെ നിന്നാണ് നമ്മളാണെങ്കിൽ നമ്മുടെ കോൺഗ്രിഗേഷനെ നമുക്കാണെങ്കിൽ ഒരുമിച്ച് നിർത്താൻ പറ്റുമോ നോക്കുന്നത്. ക്രൗഡ് ആൻഡ് കമ്മ്യൂണിറ്റി നമ്മൾ ചില പള്ളികളിലൊക്കെ കുറച്ചൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ക്രൗഡിനെ ആരും ഇപ്പൊ നോക്കാറുമില്ല, സംസാരിക്കാറും ഒന്നുമില്ല, അവരിങ്ങനെ വന്നു പോയി നിൽക്കുന്നു. പിന്നെ കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമ്മുടെ ഓരോരോ മിനിസ്ട്രി ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പം പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ സ്വന്തം പള്ളിയിലുള്ള ബുദ്ധിമുട്ടുകൾ നോക്കാതെ ഇപ്പം ഒത്തിരി ബുദ്ധിമുട്ടുകൾ വെളിയിലാണ് നോക്കുന്നത്, റൈറ്റ്. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി അപ്രോച്ചിലാണ് ഒത്തിരി അടുത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. സോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കോർ ഡേഞ്ചർ എന്ന് പറയുന്നത്, ഈ ഒരു ഫണൽ ത്രൂ വരാതെ നമ്മളാണെങ്കിൽ കുറച്ച് പേര് ഇപ്പം മെയിൻ സ്ട്രീമിൽ വന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ എല്ലാവരെയും ഈ ഒരു ഫണലിലോട്ട് കയറ്റാനായിട്ട് നമ്മൾ നോക്കുന്നത്. അവിടാണ് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് പാസ്റ്ററൽ എക്സലൻസ്, റൈറ്റ്. ഈച്ച് ഓഫ് യു have been entrusted into this new world where I don't know if any of these things will change in പാടാണ് because of the way the world is going. ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു പെർട്ടിക്കുലർ സെറ്റപ്പിൽ എങ്ങനെയാണ് നമ്മൾ ആസ് ക്ലർജി, റൈറ്റ്, how can we start looking at this differently and how can we start managing this differently, right? അവിടാണ് ഈ ഒരു പാസ്റ്ററൽ എക്സലൻസും ഒരു ഇമ്പാക്ട്ഫുൾ ലീഡർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതാണ് ഞാൻ ഈ ഒരു ചേഞ്ച് ഇൻ ദ മിനിസ്ട്രി മോഡലിന് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. ഈ ഒരു ചേർച്ച് ലീഡർഷിപ്പിന്റെ ഒരു ഫോക്കസ് ഈ ഒരു രീതിയിലായിട്ട് മാറി, റൈറ്റ്. ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അത് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അടുത്താണെങ്കിൽ ഹൂ ഇസ് എ ലീഡർ എന്ന് പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് എനി തോട്ട്സ്, എനി കോമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ അടുത്ത സെഷനിലോട്ട് അടുത്ത പാർട്ടിലോട്ട് പോവാം. എല്ലാവരും കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാറേ കേൾക്കാം. യെസ്. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മുടെ അലക്സാണ്ടർ അച്ഛൻ പി എൻ അലക്സാണ്ടർ അച്ഛൻ റേസ് ചെയ്തിട്ടുണ്ട്. അച്ഛാ എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛാ? ഞാനിത് ശ്രദ്ധിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഞാനൊരു 90 വയസ്സുള്ള ആളാണ്. ഞാൻ ഒരു വെല്ലൂർ CMCയുടെ ട്രെയിനിങ് അനുസരിച്ച് അടൂർ ഡയസിസിൽ ഒരു വിവാഹം നടത്തണമെന്ന് വരികിൽ
മാരേജ് കൗൺസിലിംഗ് രണ്ടുപേരും അവരുടെ ഫാമിലിയോടെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഓൺലൈനിലും ഓഫ്ലൈനിലും ചെയ്യുന്നു. 28 മണിക്കൂർ ഞാൻ ക്രിസ്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കീഴിലുള്ള ഈ ഓൺലൈൻ കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. സാറിന്റെ ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പശ്ചാത്തലം അറിയത്തില്ല. ഇന്ന് അച്ഛൻ വിളിച്ചപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ലേറ്റ് ആയിരുന്നു. അതിനകത്ത് ചിലത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് റൈറ്റിങ്ങിൽ ആണ് കൂടുതൽ താല്പര്യം. അതൊരു വളരെ കറക്റ്റായിരിക്കുന്നതാണ്. അത് എൻ്റെ കാലത്ത് എങ്ങനെ ഭംഗിയായിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കാം, ആ ഡീപ്പായിട്ട് മറ്റൊന്നില്ല. ഞാൻ ഒരു ഡയസിസിൽ എൻ്റെ ഡയസിൽ തന്നെ ഇപ്പോൾ കാണുന്ന ഒരു സങ്കടം, പടങ്ങൾ ധാരാളം ഇടുക. ആ ഇനോഗ്രേഷൻ ഈ പുതിയ വർഷത്തെ എന്നാ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ അർത്ഥം പണ്ടൊന്നും ഇല്ലായിരുന്നു തോന്നിച്ചു പോവും. അതിനൊരാളിനെ വിളിച്ചതെല്ലാം കല്ലിട്ട് പോകുന്ന രീതിയിലും പടങ്ങൾ കൂടുതലിട്ട് അതൊരു അപകടകരമായ ട്രെൻഡാണ്. അതിപ്പോൾ നിങ്ങളുടെ യൂസ് ഇരിക്കുന്നിടത്ത് പറഞ്ഞാലും ഒക്കുന്നില്ല. ഞാനതിനെ യു ഷുഡ് എംഫസൈസ് ചെയ്യണം. ആ പോയിന്റ് ഞാൻ റെഡിനകത്ത് നല്ല കുറിച്ച്, എനിക്ക് നോട്ട്ബുക്ക് ഉണ്ട്, ഞാൻ കംപ്ലീറ്റ് ഇത് എഴുതിയെടുക്കുകയാണ് ഇതിന്റെ സംഗതി. ഞാൻ സ്റ്റുഡൻ്റാ ഇദ്ദേഹത്തിന് കീഴിൽ. ഇദ്ദേഹത്തിന്റെ ഫാദർ അച്ഛനാന്ന് പറഞ്ഞു. ആളെ എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛനെ ഒരുമാതിരി അറിയാം, എല്ലാവരെയും വലിയ ഓർമ്മയില്ലെങ്കിലും. ഇത് നല്ല സ്ഥാനത്താണ് ഇദ്ദേഹം നിൽക്കുന്ന മിസ്റ്റർ നവീൻ. അത് അതിന്റെ പല രീതി വരുന്നു. കംപ്ലീറ്റ് പ്രത്യേകിച്ച് ഈശോ അച്ഛൻ വികാരി ജനറാളിനെ ഒക്കെ കിട്ടി. അവരൊക്കെ ലേറ്റസ്റ്റ് തിങ്കിങ് ഉള്ളവരാണ്. അച്ഛൻ പറഞ്ഞ പോലുള്ള, സാറ് പറഞ്ഞ പോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരെയൊക്കെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്താൽ ഒരു വലിയ ഭാവി നമുക്കുണ്ട്. ഞാനിത് വായിക്കുന്നു, 101 പേര് കയറുന്നുണ്ട്. ആനിമേഷനിൽ വലിയ സാധ്യതയാണ്. ഇനി ഇത് കഴിഞ്ഞുള്ള ഫീഡ്ബാക്കിൽ ദൈവം അനുവദിച്ചാൽ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും അതിനകത്ത് വരാം. ആധുനിക ചിന്തകൾ മറ്റു പലതുണ്ടല്ലോ. യു പ്രൊസീഡ്. വളരെ സന്തോഷം. അച്ഛാ, താങ്ക് യു സോ മച്ച് അച്ഛാ. ഹാപ്പി ദാറ്റ് അച്ഛൻ ഇത് റിലേറ്റ് ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷം. അപ്പൊ നമ്മൾ അടുത്ത ഒരു പാട്ടിലോട്ട് നമ്മൾ പോകുന്നു. അത് ഹൂസ് എ ലീഡർ. അപ്പം അതിനകത്ത് ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒത്തിരി ഡെഫിനേഷൻസ് ഉണ്ട്. ഞാൻ ഡെഫിനേഷൻസിലോട്ട് പോകുന്നില്ല. ഞാൻ ഒരു വളരെ പ്രാക്ടിക്കൽ സെൻസിൽ, റൈറ്റ്, എൻ്റെ ലീഡർഷിപ്പ് ഡെവലപ്മെന്റുമായിട്ടും ഒത്തിരി ഞാൻ എല്ലാ ഡേ ഇൻ ഡേ ഔട്ട് ഞാൻ ലീഡേഴ്സിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, ബിസിനസ് ലീഡേഴ്സിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഞാനാണെങ്കിൽ ഓവറോൾ കണ്ട് പഠിച്ച കാര്യങ്ങളാണ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ നമ്മളൊരു ലീഡറെ നമ്മൾ നോക്കുമ്പം വാട്ട് ഡിഫറൻഷിയേറ്റ്സ് എ ലീഡർ ഫ്രം എ നോർമൽ പേഴ്സൺ, റൈറ്റ്? അതാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അതിന് ഞാൻ പറയുന്നത് ഒരു വേർഡാണ് പേർപ്പസ്. നമ്മൾ അച്ഛന്മാരായിട്ടിരിക്കുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ പപ്പയുടെ മിനിസ്ട്രിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതിനകത്ത് ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടോക്കിൽ മൊത്തവും ഞാനാണെങ്കിൽ പപ്പയുടെ കൂടെ ജീവിച്ചതും പപ്പയുടെ കോൺവെർസേഷൻസും അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിൻ്റെ ബേസിസിലാണ് ഞാനിപ്പോൾ ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി എക്സാമ്പിൾസ് അതിനകത്ത് നിന്ന് പറയും. അപ്പം നമുക്ക് അതൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ പേർപ്പസ് എന്ന് പറയുമ്പോൾ, ഞാനാണെങ്കിൽ പപ്പയുടെ ഒരു മിനിസ്ട്രി കൂടി നോക്കുമ്പം ഓരോ പള്ളിയും ഒരു ദൈവത്തിന്റെ ഉദ്ദേശത്തിലാണ് നമ്മളെ വിടുന്നത്. എനിക്കറിയത്തില്ല എത്ര പേര് ആ ഒരു ചിന്തയിൽ ഓരോ ട്രാൻസ്ഫർ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയാം ഒത്തിരി അച്ഛന്മാരും ആ ഒരു രീതി നോക്കുന്നവരുമുണ്ട്, റൈറ്റ്? ദാറ്റ് എവറി ചർച്ച് ദാറ്റ് ഗോഡ് സെൻഡ്സ് മീ ഇസ് എ പ്ലേസ് വിത്ത് എ പേർപ്പസ്. ഇപ്പൊ ഞാൻ ചില പേർപ്പസസ് കണ്ടിട്ടുള്ളത്, ഒന്നാണെങ്കിൽ ചില പള്ളികളിൽ അവിടെ ഒരു ബേസ് ഇല്ല. അവിടെ ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. 2 ഗ്രൂപ്പ്സ് ഫൈറ്റിംഗ്, റൈറ്റ്? എങ്ങനെയാണ് ആ ഒരു ബേസ് അവിടെ ഉണ്ടാക്കുന്നത്? അപ്പം ദാറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ബിൽഡിംഗ് എ ചർച്ച്, ദാറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് റൈറ്റ് ഗെറ്റിംഗ് ദ 2 ഗ്രൂപ്പ്സ് ടുഗദർ ടു കം ഫോർ വർഷിപ്പ്, റൈറ്റ്? അപ്പം അതൊരു വൺ ടൈപ്പ് ഓഫ് പേർപ്പസ് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത്, ചില പള്ളികളിൽ പോകുമ്പം ഈ ഒരു അണ്ടർ പ്രിവിലേജ്ഡ്, ഞാൻ ഈ അണ്ടർ പ്രിവിലേജ് എന്ന് പറയുമ്പം പോവർട്ടി ലൈൻ അണ്ടർ പ്രിവിലേജ്ഡ് അല്ല, അവർക്കാണെങ്കിൽ അധികം സംസാരിക്കാനൊന്നും അറിയത്തില്ല, പക്ഷെ ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് വലിയ വീടുകളില്ലായിരിക്കും. ഇവരെല്ലാം മാർജിനലൈസ്ഡ് ആണ്. പക്ഷേ വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, അവരാണ് എല്ലാം ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങളാണ് എല്ലാം ചെയ്തു പോകുന്നത്. അപ്പം ആ ഒരു പള്ളിയുടെ ഫുൾ ഫങ്ഷനിങ് is not for the marginalized, but it is for the people who have everything, right? അപ്പം ആ ഒരു പർപ്പസ് അതുകൊണ്ട് അതുപോലെ ബ്രേക്ക് ചെയ്ത് ആ മാർജിനലൈസ്ഡ് ഉള്ള ആൾക്കാരെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നിട്ട് പോകുന്നു. അപ്പൊ ഞാൻ അതൊരു പർപ്പസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഭയങ്കര ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അതൊക്കെ. പക്ഷേ
അതൊരു വേറൊരു പേർപ്പസ്. അപ്പൊ ഞാൻ ഒത്തിരി എക്സാമ്പിൾസ് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു 2-3 എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. സോ നമ്മളൊരു ലീഡർ ആകുമ്പം നമ്മുടെ ഒരു വർക്ക് സ്പേസിൽ നമുക്കൊരു പേർപ്പസ് ഇല്ലെങ്കിൽ നമ്മളൊരു നോർമൽ പേഴ്സൺ ആയിട്ട് ഡേ ടു ഡേ റൈറ്റ് ജസ്റ്റ് ഒരു ടാസ്ക് ചെയ്ത് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് യുനോ നമുക്ക് നമ്മുടെ ഹയർ അപ്സിനെയൊക്കെ കാണിച്ച് റൈറ്റ് വാട്സാപ്പിലൊക്കെ പിക്ചറൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ പോയി അങ്ങ് പോകും, റൈറ്റ്. പക്ഷെ നമ്മളൊരു പേർപ്പസ് ലൈഫ്, ഒരു പേർപ്പസ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രി ചെയ്യുമ്പോഴാണ് ഒരു സം ഓഫ് ദ വേർഡ്സ് ലെഗസി, ട്രാൻസ്ഫോർമേഷൻ, റൈറ്റ്, മനുഷ്യർ നമ്മൾ ഒരിക്കൽ പോലും മറക്കത്തില്ല, റൈറ്റ്. അവിടെ ആണെങ്കിൽ യുനോ നമ്മൾ അവിടെ നിന്ന് മാറുമ്പോഴത്തേക്കും അടുത്ത അക്ഷം വരുമ്പോഴത്തേക്കും റൈറ്റ് അവിടെ ഒരു നെക്സ്റ്റ് ലെവൽ തിങ്കിങ്ങിലോട്ട് വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കണ്ടിന്യൂറ്റി വരുന്നു. അതൊക്കെ വരുന്നതിന്റെ ആ ഒരു ഔട്ട്കം വരുന്നത് ഈ ഒരു പേർപ്പസ് ഉള്ളപ്പോഴാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ റൈറ്റ് നമ്മുടെ റിലേഷൻ വിത്ത് ക്രൈസ്റ്റ്, റൈറ്റ്, നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് നോക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ദൈവം നമ്മളോട് പറയും എന്തുവാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. നമ്മൾ എത്ര പേര് ബോൾഡായിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴും ഞാനും ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണ്, ഞാനൊരു അച്ഛനല്ല, പക്ഷെ ഞാനിപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം ഒരു 4 ഓർഗനൈസേഷൻ ചേഞ്ച് ചെയ്തു. എല്ലാ ഓർഗനൈസേഷനിലും ആക്ച്വലി ദൈവം എനിക്ക് ഓരോരോ പേർപ്പസസ് തന്നിട്ടുണ്ട്. അവിടെ പോയി അത് ചെയ്യാൻ ഭയങ്കര പാടുകളാണ്. ചിലയിടത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ചിലയിടത്തൊക്കെ ഞാൻ ഫെയിൽ ആയിട്ടുണ്ട്, ഫെയിൽ ആയിട്ടൊക്കെ ഞാൻ അത് കളഞ്ഞ് വേറെ അടുത്ത് പോയിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു രീതി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പൊ നമുക്ക് ഈ ഒരു പേർപ്പസ് വന്നു കഴിയുമ്പം അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെർസ്പെക്റ്റീവ് അബൌട്ട് ദാറ്റ് പേർപ്പസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 2 തരത്തിലാണ് ഈ ഒരു പേർപ്പസിനെ നമ്മൾ നോക്കേണ്ടത്. ഒന്നാണെങ്കിൽ നമുക്ക് ഈ പേർപ്പസ് നമ്മുടെ ഒരു ഇന്റേണൽ പെർസ്പെക്റ്റീവില് നമ്മുടെ ചിന്ത, നമ്മുടെ ഈ ഒരു പേർപ്പസ് നമുക്ക് മനസ്സിലുള്ളത് നമ്മുടെ ജനങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച്, റൈറ്റ്, നമ്മുടെ വീട് വിസിറ്റുകളിൽ, നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഒക്കെ ആണെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് ടേക്കിംഗ് എടുക്കണം. എന്തുവാണ് അവരുടെ ഒരു ഔട്ട്ലുക്ക് ഇതിനുള്ളത്, റൈറ്റ്. അവിടെ നമ്മൾ നോക്കണം ആരൊക്കെയാണ് നമുക്ക് ഈ ഒരു പേർപ്പസ് ആയിട്ട് എന്തുവാ കണക്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർ. അവിടെ നിന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഈ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കണക്റ്റഡ് ആണ്, എങ്ങനെയാണ് നമുക്ക് ആ ഒരു ആൾക്കാരുമായിട്ട് ഇത് ഗാർണർ ചെയ്ത് ഇത് ചെറു മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, റൈറ്റ്. അപ്പോൾ ഒന്നാണെങ്കിൽ ഒരു ഇന്റേണൽ പെർസ്പെക്റ്റീവ്, രണ്ടാമത്തെയാണ് എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ്. അപ്പം എന്നോട് റിൻസേച്ചൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷൻ വാസ് ഓൺ AI ടൂൾസ്, റൈറ്റ്. വളരെ യുനോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒത്തിരി ചേഞ്ചസ് അതിനകത്ത് നിന്ന് വരുന്നു. അപ്പൊ അതൊരു എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ് ആണ്. ഇൻ എ വേൾഡ് ഓഫ് AI, ഇൻ എ വേൾഡ് ഓഫ് യുനോ ബോട്ട്സ്, ഇൻ എ വേൾഡ് ഓഫ് മെഷീൻസ്, ഇൻ എ വേൾഡ് വെയർ ഹ്യൂമൻ ബീയിങ്സ് പ്രൊഡക്ടിവിറ്റീസിന് ഗോ. അപ്പൊ അങ്ങനെ ഒത്തിരി ഒരു ചലഞ്ചിങ് ഇതായിട്ടാണ് വരുന്നത്, റൈറ്റ്. ഒരു അഫ്ലുവൻസി ഇസ് ഗോയിങ് അപ്പ്. അപ്പം അതൊക്കെയാണെങ്കിലും ഒരു എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ്സ് ആണ്. അപ്പൊ നമ്മുടെ ഒരു പേർപ്പസ് നമ്മുടെ കയ്യിൽ ദൈവം നമുക്ക് തരുമ്പം ആദ്യം നമ്മളൊരു ഇന്റേണൽ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കണം, രണ്ടാമത് ഒരു എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ് ആയിട്ട് നോക്കണം. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് വരുന്നത് പ്രയോറിറ്റീസ്. ഈ 2 സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് എന്തുവാണ് ഞാൻ ഈ 3 വർഷം ഈ പള്ളിയിൽ ഞാൻ ഇരിക്കുമ്പം എന്തുവാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഔട്ട്ലുക്ക് നമുക്ക് തുടക്കത്തിലേ നമ്മൾ അതൊന്ന് പ്ലാൻ ചെയ്ത് ഇടണം. അത് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു നാലാമത്തെ ഒരു പെർസ്പെക്റ്റീവ് വരുന്ന പേഴ്സണാലിറ്റി. ആ ഒരു പേർപ്പസ് വിത്ത് ദ പെർസ്പെക്റ്റീവ് ഓഫ് ഇന്റേണൽ എക്സ്റ്റേണൽ ആൻഡ് വിത്ത് ദാറ്റ് ദ പ്രയോറിറ്റീസ് ദാറ്റ് ഐ എം പുട്ടിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ് പേർപ്പസ് ടു കം, വാട്ട് പേഴ്സണാലിറ്റി ഡു ഐ ഹാവ് ടു ബി. അപ്പൊ ആ ഒരു ലീഡർ പേഴ്സണാലിറ്റി നമുക്ക് ഇൻഹെറന്റ് ആയിട്ട് കുറെ പേഴ്സണാലിറ്റീസ് ഉണ്ട്. ചിലപ്പം ചില സ്ഥലങ്ങളൊക്കെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ചില പേർപ്പസ് നമ്മളെ ദൈവം വിടുമ്പം ആ പേഴ്സണാലിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. അവിടെയാണ് നമുക്ക് ഗ്രേസ്, അവിടെയാണ് നമ്മൾ ദൈവത്തോട് കൂടെ അടുക്കേണ്ടത്, അവിടെയാണ് നമുക്ക് മറ്റുള്ളവരായിട്ട് ഹെൽപ്പ് നമുക്ക് നോക്കേണ്ടത്, റൈറ്റ്. ആ ഒരു പേഴ്സണാലിറ്റി നമുക്കുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് നമ്മുടെ ഔട്ട്കമ്മിലോട്ട് എത്താം. അതില്ലെങ്കിൽ നമുക്കാണെങ്കിൽ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട്. എങ്ങനെയാണ് നമ്മളത് ദൈവത്തിൽ ആ ഒരു ആസ്പിറേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ആ പേഴ്സണാലിറ്റിയോട്ട് പോകുന്നത്. അവിടെ നിന്നാണ് ലാസ്റ്റ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസ്, നമ്മുടെ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ്, നമ്മുടെ ചർച്ച് ആക്ടിവിറ്റീസ്, നമ്മുടെ എല്ലാ കോൺവെർസേഷൻസ്, കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ന്യൂസ് ലെറ്റർ റൈറ്റിംഗ്, എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രയോറിറ്റീസിന്റെ ബേസിസിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമ്മുടെ റിൻസേച്ചൻ പറഞ്ഞു ഒരു 4ാമത്തെ പോയിന്റ് ഇവാലുവേഷൻ, റൈറ്റ്. ഒരു 4 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഇവാലുവേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മളെല്ലാ ഓരോ ക്വാർട്ടറിലും നമ്മളൊന്ന് ലുക്ക് ബാക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് എൻ്റെ പർപ്പസ്, ഇതായിരുന്നു എൻ്റെ പ്രയോറിറ്റീസ്, എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ടില്ല. ഓക്കെ, ഈ ഒരു ക്വാർട്ടർ കഴിഞ്ഞു, എവിടാണ് ഞാൻ? കാര്യങ്ങളൊക്കെ ആ പ്രയോറിറ്റീസുമായിട്ട് ആ പർപ്പസ് ഫുൾഫില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അടുത്ത ക്വാർട്ടർ ഇച്ചിരി ബെറ്റർ ആക്കുന്നത്? അപ്പം ഇതാണ് ഒരു ലീഡർ വേഴ്സസ് ഞങ്ങളുടെ കോർപ്പറേറ്റിൽ പറയും ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ എന്ന് പറയും, റൈറ്റ്? ലീഡർ അല്ലാത്ത ആൾക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ. അപ്പൊ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാര്യങ്ങളാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ, റൈറ്റ്? ഇതെല്ലാം നമുക്ക് ഓരോരോ സെഷൻ നമുക്ക് ഇതിനെല്ലാം എടുക്കാം, അതിനകത്തോട്ട് ഇപ്പം പോകുന്നില്ല ഡീറ്റെയിലിനകത്തോട്ട്. പക്ഷെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 4 കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മളൊരു ലീഡർ ആകുന്നത്. ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടേഴ്സ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ടൈപ്സ് ഓഫ് ലീഡർഷിപ്പിലോട്ട് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്? ഇത് ഞാൻ പറയുമ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏതെങ്കിലും ഒരു ലീഡർഷിപ്പ് ടൈപ്പിൽ ബിലോങ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാന്നുള്ളത്. അപ്പം 4 ഏരിയാസ് ആണ് ഒരു ലീഡർഷിപ്പ് ജേർണിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് ഐഡിയാസ്, ഇങ്ങനെയൊരു 4 ഏരിയയാണ് എല്ലാ കാര്യങ്ങളും ഒരു ലീഡർഷിപ്പ് ജേർണിയിൽ ഓടുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഗോൾസ് ആൻഡ് ഐഡിയാസ് more future focused ആണ്, whereas system and problems are present, right? ഇപ്പോഴത്തെ present focused ആണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഈ ഒരു 4 ഏരിയാസിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് 2 ഏരിയ നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, റൈറ്റ്? മൂന്നാമത്തെ ഏരിയ ഓക്കെ, നാലാമത്തെ ഏരിയ വരുമ്പോഴത്തേക്കും റൈറ്റ് ഒത്തിരി ഡിഫിക്കൽട്ടി, ഒത്തിരി ചാലഞ്ചസും ഉള്ള ഒരു ഏരിയ ആയിരിക്കും, റൈറ്റ്? അതുകൊണ്ട് ഞാൻ ഈ ഒരു 2 ഏരിയ വെച്ച് നോക്കുവാണ്. നമ്മുടെ ഇപ്പോൾ ഈ പെർട്ടിക്കുലർ സെഷനിൽ ജോയിൻ ചെയ്ത അച്ഛന്മാരിൽ ഇഫ് യു ഗെറ്റ് എക്സൈറ്റഡ് അബൌട്ട് ഐഡിയാസ് ആൻഡ് ഗോൾസ്, റൈറ്റ്, ഈ ടൈപ്പ് ഓഫ് ലീഡേഴ്സ് നമ്മൾ വിളിക്കുന്നതാണ് വിഷണറി ലീഡേഴ്സ്, റൈറ്റ്? അപ്പം ഒത്തിരി ഐഡിയാസ് മനസ്സിൽ വരും, അതൊക്കെ ഗോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സിസ്റ്റംസ് ചിലപ്പം ഓക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നതിന്, പക്ഷേ പ്രോബ്ലംസ് ഓക്കെ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, റൈറ്റ്? അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ വൈസ് വേഴ്സ, റൈറ്റ്? പ്രോബ്ലംസ് നല്ലതായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ സിസ്റ്റംസ് ചെയ്യാമായിരിക്കും, റൈറ്റ്? അങ്ങനെയുള്ള അച്ഛന്മാരെ നമ്മൾ വിളിക്കുന്നതാണ് വിഷണറി ലീഡേഴ്സ്. നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ലീഡേഴ്സ് നോക്കാം. ഇവർ ആക്ച്വലി ഗോൾസ് ഉണ്ടാക്കും, ആരിൽ ഐഡിയാസ് പറഞ്ഞു കൊടുക്കണം, അവർക്ക് അത് ഗോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നല്ലതായിട്ട് അറിയാം. അത് കൂടാതെ അവർക്ക് നല്ല സിസ്റ്റംസ്, റൈറ്റ്, ലോങ് ലാസ്റ്റിംഗ്, ലോങ് ഇമ്പാക്ട് സിസ്റ്റംസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അറിയാം. പ്രോബ്ലംസ് മാനേജ് ചെയ്യാൻ ചിലപ്പം അറിയാമായിരിക്കും, ഐഡിയാസ് ആ വൈസ് വേഴ്സ നേരത്തെ പറഞ്ഞല്ലോ, റൈറ്റ്? ഇവരെ നമ്മൾ വിളിക്കുന്നതാണ് ഇംപ്ലിമെന്റേഴ്സ്, റൈറ്റ്? ഇംപ്ലിമെന്റർ ലീഡർഷിപ്പ്, റൈറ്റ്? ദേ ആർ ദ ലീഡേഴ്സ് ഹൂ ക്യാൻ ഇംപ്ലിമെന്റ്, എന്ത് കൊടുത്താലും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്ന അച്ഛന്മാരാണ് അവര്. അടുത്ത് നമുക്ക് നോക്കാം സിസ്റ്റംസ് ആൻഡ് പ്രോബ്ലംസ്, റൈറ്റ്? സിസ്റ്റംസ്, അപ്പം ഐഡിയാസും ഗോൾസും വേറെ ആരെങ്കിലും തരണം, പക്ഷെ അത് രണ്ടും കൊടുത്താൽ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ്, ആ സിസ്റ്റംസിനകത്തുനിന്ന് വരുന്ന പ്രോബ്ലംസ് നല്ലതായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നവരാണ്. അവരെ നമ്മൾ വിളിക്കുന്നതാണ് ലീഡർഷിപ്പ് വിച്ച് ഈസ് ആസ് ദ ഫോം ഓഫ് എ മാനേജർ, റൈറ്റ്? അപ്പോൾ നമ്മൾ നോക്കി വിഷണറി, ഇംപ്ലിമെന്റർ ലീഡർഷിപ്പ് ആൻഡ് മാനേജർ ലീഡർഷിപ്പ്. ലാസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നത് പ്രോബ്ലംസ് ആൻഡ് ഐഡിയാസ്, റൈറ്റ്? ഇത് രണ്ടും നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ലീഡേഴ്സ് നമ്മൾ വിളിക്കുന്നതാണ് ക്രിയേറ്റീവ്സ്. ഇവർ കൺസൾട്ടൻസ്, റൈറ്റ്? ഇവരാണ് നമ്മുടെ വികാരി ജനറൽ അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞാൽ നല്ല കൺസൾട്ടൻസ് ആണ്, റൈറ്റ്? നമ്മളൊരു പ്രോബ്ലം എടുത്ത് പോകണമെങ്കിൽ അവർ നമുക്ക് പല ഐഡിയാസ് പറഞ്ഞു തരും, റൈറ്റ്? അപ്പോൾ അതൊരു നല്ലൊരു റോളാണ്. നമുക്ക് ഇതൊരു ഈ ഒരു നമ്മുടെ പള്ളിയുടെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ 4 തരത്തിലുള്ള ലീഡേഴ്സ് ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലോ ഇൻ ജനറൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ്, ഞാനിത് ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസ് ത്രൂ പഠിച്ചതാണ്. ബിൽഡിങ് എ ടീം, നമ്മളൊരു ടീം ഉണ്ടാക്കുമ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഹൗ വി ബിൽഡ് എ ടീം.
അതിനകത്ത് നമുക്കൊരു ഫോക്കസ്, അതിനകത്തൊരു സയന്റിഫിക് വേ ആയിട്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ എപ്പോഴും അത് കോൺഫ്ലിക്റ്റിലും നമ്മുടെ പ്രയോറിറ്റീസ് ഒരിക്കൽ പോലും മുമ്പോട്ട് പോകത്തുമില്ല. എൻ്റെ അതിൽ നമ്മുടെ പർപ്പസ് അങ്ങ് എത്തത്തില്ല. നമ്മുടെ ആ ഒരു 3 years മിനിസ്ട്രി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത്ര ഒരു ഹാപ്പി ആയിട്ടൊന്നും അല്ല. നമ്മൾ പിന്നെ ഓക്കെ അടുത്ത സ്ഥലത്ത് പോകാൻ നമുക്ക് നോക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. അതെന്തുകൊണ്ടാണ് വരുന്നത്? അപ്പം നമുക്കാണെങ്കിൽ നോക്കാം, നമ്മുടെ ടീമിൽ നമ്മളിപ്പോൾ ഒരു ടീം ഫോം ചെയ്യുമ്പം ഈ 4 തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ടീമിൽ വേണം. നമുക്കൊരു വിഷണറി വേണം, നമുക്കൊരു ഇംപ്ലിമെന്റർ വേണം, നമുക്കൊരു മാനേജർ ആയിട്ടുള്ള ഒരു ആൾക്കാർ വേണം, നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആൾക്കാർ നമ്മുടെ ഒരു ടീം വേണം. അപ്പൊ നമ്മളാണെങ്കിൽ ഇനിയും നമ്മൾ ടീം ഫോം ചെയ്യുമ്പം ഈ ഒരു 4 രീതിയിലാണ് നമ്മുടെ ടീമിനെ നമുക്ക് നോക്കേണ്ടത്. അപ്പം ഇവരുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ഈ വിഷണറി ലീഡേഴ്സ് അവരുടെ ഒരു ടൈം ഫ്രെയിം, അവർ ചിന്തിക്കുന്ന ഒരു ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 90 days ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പം അവരാണെങ്കിൽ ചെയ്യുമ്പോൾ സീരീസ് ആയിട്ടുള്ള ബൈബിൾ സ്റ്റഡി ആയിരിക്കും അവർ ചെയ്യുന്നത്, റൈറ്റ്? എല്ലാം ആണെങ്കിലും ഒരു 90 day ഒരു ഫ്രെയിം വർക്കിലാണ് അവിടെ എല്ലാ തോട്ട്സും വരുന്നത്. നമ്മുടെ ഇംപ്ലിമെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് 2 years എങ്കിലും മിനിമം, റൈറ്റ്? അവർക്കാണെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് സമയം കൊടുക്കണം. അവരോട് പറയുവാണ് ഓക്കെ ഇപ്പം എന്തോ ഒരു 90 days കഴിഞ്ഞ് ഓക്കെ അടുത്ത ഐഡിയ നമുക്കൊന്ന് പറയാമോ, അവരെ കൊണ്ട് അത് ചെയ്യാൻ പാടായിരിക്കും. ഈ ഒരു ഇംപ്ലിമെന്റർ ലീഡർഷിപ്പ് ഉള്ള ആൾക്കാർ അവരൊരു 2 year ടൈം ഫ്രെയിമിലാണ് അവരുടെ വർക്ക് എല്ലാം ചെയ്യുന്നത്, റൈറ്റ്? പിന്നുള്ളത് നമ്മുടെ ഒരു മാനേജേഴ്സ് ആണ്. ഇവരാണെങ്കിൽ 20 years ആയിട്ടാണെങ്കിലും അവർക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതെന്ന് പറയാൻ നമ്മുടെ പള്ളിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടന്റ്, റൈറ്റ്? അതൊരു റോളാണ്. ആ റോളിലാണെങ്കിൽ 20 വർഷവും അവർക്ക് അവിടെ ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് അവർക്കാണെങ്കിൽ ഈ സിസ്റ്റംസ്, ഒപ്റ്റിമൈസിങ് സിസ്റ്റംസ്, റൈറ്റ്, ആൻഡ് സോൾവിങ് ദ പ്രോബ്ലംസ്, അത് അവർ ഭയങ്കര നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ അക്കൗണ്ടൻസ് ഒക്കെ ആണെങ്കിൽ എത്ര വർഷം ഇരുന്നാലും അവരാണെങ്കിൽ നല്ലതായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ആണെങ്കിൽ ഈ ഫ്രോഡൊക്കെ വരുമ്പോഴാണ് അവരെ മാറ്റും നമ്മൾ. അപ്പം ഇതാണ് അടുത്ത ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾ. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ആക്ച്വലി അവരുടെ മനസ്സിലുള്ള ഒരു 90 minutes ടൈം ഫ്രെയിമിലാണ് റൺ ചെയ്യുന്നത്, റൈറ്റ്? അവിടെയാണ് നമ്മുടെ ഈ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും പുതിയ ഐഡിയാസ് കൊണ്ടുവരും. അത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ മറ്റുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുള്ള ആൾക്കാരുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിനകത്താണെങ്കിൽ നമ്മളാണെങ്കിൽ ഈ ഒരു ലീഡർഷിപ്പിനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഗോൾസ് സ്ട്രെങ്ത് ഉള്ള ലീഡേഴ്സ് അവരെപ്പോഴും പ്രൊആക്റ്റീവ് ആയിരിക്കും അവരുടെ അപ്രോച്ചിൽ, റൈറ്റ്? സിസ്റ്റംസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പിൽ പ്രോസസ് ഓറിയന്റഡ് ആയിരിക്കും. നമ്മളൊരു അംബിഗ്വസ് ആയിട്ടുള്ള സിറ്റുവേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ലീഡേഴ്സിന് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും അതിനകത്ത് നിന്ന് മനുവരുവാനായിട്ട്. ഫോക്കസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് എപ്പോഴും റിയാക്റ്റീവ് ആയിരിക്കും, റൈറ്റ്? അവരുടെ പ്രോബ്ലം വരുമ്പോഴാണ് അവർ ചിന്തിക്കേണ്ടത്. അപ്പോൾ റിയാക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ്. പിന്നെ ഈ ഐഡിയാസ് ഫോക്കസ്ഡ് ആയിട്ടുള്ളവർ ആർ ഡ്രീമേഴ്സ്, റൈറ്റ്? അപ്പൊ ഇവരെല്ലാവരും നമ്മുടെ ടീമിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇനിയും നമ്മൾ ഈ ടീം ഫോം ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് അവർ ഫോക്കസ് ചെയ്യുന്നത് മാനേജറായിട്ടുള്ള ആൾക്കാരെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു വിഷണറി ലീഡറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാന്നറിയാമോ? ഇംപ്ലിമെന്റേഴ്സിനെയാണ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു വിഷണറി ആള് മാനേജറിനെ കൊണ്ടുവരും. ഈ വിഷണറി ലീഡർഷിപ്പ് ഒത്തിരി ഐഡിയാസ് പറയും. മാനേജേഴ്സിനാണെങ്കിൽ അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയത്തില്ല. അവരാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് വരും, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, റൈറ്റ്? അപ്പം വിഷണറി ആയിട്ടുള്ള ആൾക്കാർ നോക്കേണ്ടത് ഇംപ്ലിമെന്റേഴ്സിനെയാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുപോലെ നമ്മളാണെങ്കിൽ ഇംപ്ലിമെന്റേഴ്സ് ആയിട്ടുള്ള ലീഡർഷിപ്പ് നോക്കുവാണെങ്കിൽ അവരും ഒത്തിരി ഫോക്കസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സിനെ ആയിരിക്കും. അവർ പറയും ഓക്കെ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പൊ വിഷണറി ആളിനോട് എന്ന് പറയും, വിഷണറി ആളിന്റെ മനസ്സിലിരിക്കുന്ന എല്ലാം വേറെ കാര്യങ്ങളാണ്, അപ്പൊ അതൊരിക്കൽ പോലും നടക്കാറില്ല. അതുപോലെ ആണെങ്കിൽ മാനേജറായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വെച്ചെന്ന് പറയും, അപ്പൊ അവരും ആണെങ്കിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ചെയ്തില്ല, ബിക്കോസ് അവർക്കും അത് അറിയത്തില്ല, റൈറ്റ്? അപ്പൊ അവരാണെങ്കിൽ ആരുമായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്? ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരോട് ഒന്ന് പറയണം ഓക്കെ എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അപ്പൊ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുമായിട്ട് വർക്ക് ചെയ്യും, റൈറ്റ്? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിൽ, അപ്പം ഈ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇതെന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻറ്റ്? അപ്പം നിങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് നോക്കൂ, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ലീഡർ ആണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ ടീം എന്ന് പറയുമ്പം നിങ്ങളുടെ കമ്മിറ്റി, ഓർഗനൈസേഷണൽ ലീഡർഷിപ്പിലുള്ള ആൾക്കാർ, അതെല്ലാം നിങ്ങളുടെ ഒരു എക്സ്റ്റൻഡഡ് ടീമാണല്ലോ.
ആ ഒരു ടീമിൽ ഈ ആൾക്കാരൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നല്ലതായിരിക്കും ഒന്ന് ആലോചിച്ചാൽ. അതിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ഒരു കമ്മിറ്റി മീറ്റിംഗിൽ ഇരിക്കുമ്പം ഒരു പ്രോബ്ലം വന്നു, അതിന് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ് ആ അച്ഛനുള്ളത്. അപ്പോൾ നല്ലൊരു ഐഡിയ പറഞ്ഞു. അപ്പോൾ ആരെയാണെന്ന് നോക്കേണ്ടത്? ഒന്ന് പറയാമോ? നമുക്ക് നോക്കാം, അത് മനസ്സിലായെന്നുള്ളത് നോക്കാം. ഈ ക്രിയേറ്റീവായിട്ടുള്ള അച്ഛൻ ആ ഒരു ഐഡിയ വരുമ്പം ആ കമ്മിറ്റി മീറ്റിങ്ങിൽ എങ്ങനെയുള്ള ആൾക്കാരാണ് നോക്കേണ്ടത്? വിഷണറി ആയിട്ടുള്ള ആൾക്കാരാണ് നോക്കേണ്ടത്, ഇംപ്ലിമെന്റർ ആയിട്ടുള്ള ആൾക്കാരാണ് നോക്കേണ്ടത്, അതോ മാനേജർ ആയിട്ടുള്ള ആൾക്കാരാണ് നോക്കേണ്ടത്? ഇംപ്ലിമെന്റർ. വെരി നൈസ്, ആബ്സല്യൂട്ട്ലി, ഓക്കെ, വെരി ഗുഡ്. നല്ല ഫാസ്റ്റ് ലേണേഴ്സ് ഉള്ളവരാണ്, റൈറ്റ്? അപ്പോൾ ഇംപ്ലിമെന്റർ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ നോക്കേണ്ടത്, റൈറ്റ്? അപ്പം ഇനിയുള്ള കമ്മിറ്റി മീറ്റിങ്ങുകളിൽ, ഇനിയുള്ള ഡിസ്കഷനിൽ നിങ്ങളാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ടീമിനെ നോക്കി റൈറ്റ് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പം, അഗൈൻ ഗോയിങ് ബാക്ക് ടു ഹൂ ലീഡർ ഇസ്, റൈറ്റ്? നമ്മുടെ പേർപ്പസസ്, നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു സാധ്യത വരും. ഓക്കെ, അപ്പോൾ അത് വെച്ച് ആ ഒരു സെക്ഷൻ തീർക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇനിയിപ്പോൾ ടൂൾസ് ആൻഡ് ഫ്രെയിംവർക്കിലോട്ട് കയറുവാണ്. ഇത് ഒരു ചോദ്യം ചോദിക്കാമോ? ഏതാ? യെസ് യെസ്, ഒരു ചോദ്യം ചോദിക്കാമോ? എൻ്റെ പേര് ഫിലേമോൻ കോശി. യെസ് യെസ്. ടൈപ്സ് ഓഫ് ലീഡേഴ്സിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞപ്പം, ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് ലൈക്ക് it can be implemented where you recruit people, but in a democratic society or a democratic setup where the കൈസാന സമിതിയും ഇടവക സംഘവും അങ്ങനെയുള്ള ഒരു where people elect peoples, അവിടെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ലീഡേഴ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന പീപ്പിളിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പറ്റുക? അവിടെ അവരപ്പം ഒരു ബേസിക് ഡെമോക്രാറ്റിക് വാല്യൂസിനെ നമ്മൾ നെഗേറ്റ് ചെയ്യുകയല്ലേ? Okay, yeah. So Philemon, yeah, I think it's a good question. Yes, നമ്മുടെ ഒരു ചേർച്ച് മിനിസ്ട്രി വരുമ്പം ഒത്തിരി വോളണ്ടിയർ ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് ആയിക്കൊണ്ട് നമ്മുടെ ടീം ഫോർമേഷൻ നമുക്കൊരു കൺട്രോൾ ഇല്ല, റൈറ്റ്? അതെന്ന് എനിക്ക് അച്ഛൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, റൈറ്റ്? അപ്പോൾ അതിനകത്താണ് ഞാൻ ഇനിയിപ്പോൾ ഇച്ചിരി മുമ്പോട്ട് പോകുമ്പം ഒരു ലൈഫ് സൈക്കിൾ ഓഫ് എ പാരിഷ് മെമ്പർ, റൈറ്റ്? എങ്ങനെയാണ് നമ്മുടെ ഈച്ച് മെമ്പറിനെ, ജനങ്ങളെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, റൈറ്റ്? അപ്പോൾ അതൊരു ഡീപ്പ് ഇൻവോൾവ്മെന്റ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെല്ലുമ്പം ഇതൊന്നും നമുക്ക് പറ്റത്തില്ല, ബിക്കോസ് നമുക്കൊരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനായിരിക്കും നമുക്ക് കിട്ടുന്നത്, റൈറ്റ്? ചിലപ്പോൾ മേ ബി ഒരു ഇയർ 2 തൊട്ട് ഇയർ 3 മേ ബി നമുക്ക് ഇതൊക്കെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് അപ്പോഴത്തേ നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ വീട് വിസിറ്റ്, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു അപ്രോച്ചിലായിരിക്കും നമുക്ക് അതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളാണെങ്കിൽ നവീനെ ഇടയ്ക്ക് ഒന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ? നമ്മളിപ്പോ ഒരു മാർത്തോമാ സഭയിലെ ഒരു അച്ഛന്റെ സിറ്റുവേഷനില്, അച്ഛൻ ഈസ് നോട്ട് ദ പേഴ്സൺ ഹു സെലക്ട് ദ ടീം. അച്ഛൻ ഹാസ് നോ ഫ്രീഡം ഇൻ സെലക്ടിങ് ഹിസ് ടീം ഇൻ ദ ചർച്ച്. നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത് അതാണ് ഫിലോമോൻ അച്ഛനും പറയാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ ഒരു സിസ്റ്റം, നമ്മുടെ ഒരു ഡെമോക്രസി, അതിനകത്ത് നിൽക്കുമ്പോൾ അച്ഛൻ ഈസ് നോട്ട് ദ പേഴ്സൺ ഹു സെലക്ട് ഹിസ് ടീം. 2, ഇഫ് അച്ഛൻ ഡസ് ഇറ്റ്, ഇറ്റ് ബിക്കംസ് എ പാർട്ടിസാൻ തിങ്. അച്ഛൻ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കാൻഡൽ. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനില് അച്ഛൻ ഈസ് സപ്പോസ് ടു ടേക്ക് എവരിബഡി ടുഗദർ, ദോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഓർ വെരി ഡിഫിക്കൽട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ അച്ഛന്മാരുള്ളത്. അതെനിക്ക് മനസ്സിലായി, റൈറ്റ്? ഐ ഗെറ്റ് ദാറ്റ്. ഇപ്പൊ നമ്മളൊരു ടീം നമ്മളിപ്പോൾ അത് ഫോം ചെയ്യുമ്പോൾ ഐ ഗെറ്റ് ഇറ്റ്, റൈറ്റ്? നമുക്കാണെങ്കിൽ അതിനകത്തൊരു കൺട്രോൾ ഇല്ല, പലര് വരും. അപ്പം നമ്മളാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് വരുമ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതിനകത്ത് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യണം, റൈറ്റ്? ഇങ്ങനെയുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ട്, റൈറ്റ്? അതിപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് വെച്ച്, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് വെച്ച് നമുക്കാണെങ്കിൽ അതൊന്ന് പറയാൻ പറ്റും, ഓക്കെ, നമ്മുടെ ഈ ഒരു ടീമിൽ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്, നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയുടെ നമുക്ക് വേണം, ഓക്കെ? ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ഇൻക്വയറി, ഒരു ക്യൂരിയോസിറ്റി മോഡിൽ നമ്മൾ ഇത് ബിൽഡ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. തിരിച്ചായാലോ? ഈ ലഭിച്ചതിനെ അവർ രണ്ടുപേരും പറഞ്ഞ കറക്റ്റാ. ഈ അച്ഛൻ അതിനകത്ത് ഒന്നും പ്രവേശിക്കാൻ ഒക്കുകയല്ല. അത് സാറ് പറഞ്ഞതുപോലെ ഈ ലഭിച്ചതിനെ ഈ അച്ഛന്റെ
കമ്മിറ്റ്മെന്റ് കൊണ്ട് സാറ് പറഞ്ഞ 4-ലേക്ക് അവരെ ആക്കി തീർക്കാനായിട്ട് മോട്ടിവേഷനിൽ കൂടെ ഈ വിഷനറി ആയിട്ടുള്ള ആളിനെ അച്ഛന്റെ സ്വാധീനം കൊണ്ടും ആവശ്യബോധം കൊണ്ടും അദ്ദേഹത്തിനെ മാനേജർ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റിലേക്കോ ഈ 3 വർഷം കൊണ്ടോ അല്ലെ ആ വർഷം ആക്കി തീർക്കുകയാണ് പ്രായോഗികം. മറ്റേ അവർ രണ്ടുപേരും പറഞ്ഞ പോലെ വെളിയിൽ നിന്ന് ഒരാളിനെ വിളിച്ചാൽ അത് കറക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞു. അച്ഛന് ഒരു ഗ്രൂപ്പിന്റെ ആളായി സതുദ്ദേശം തെറ്റിദ്ധരിക്കും. അപ്പൊ അതൊരു എനിക്ക് അലക്സാണ്ടർ അച്ഛൻ പറഞ്ഞ അതൊരു അപ്രോച്ച് ആയിരിക്കും. പക്ഷെ അതിനകത്ത് ഒരു ചലഞ്ച് എന്ന് പറയുവാണെങ്കിൽ ഇൻഹെറന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും റൈറ്റ് ഈ ഏതിലും ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ നമ്മുടെ ഉണ്ട് റൈറ്റ്. ആ സ്റ്റൈൽ മാറ്റി വേറൊരു സ്റ്റൈലോട്ട് ആക്കാനായിട്ട് പാടാണ്. പക്ഷേ നമ്മുടെ ഒരു യങ് ആയിട്ടുള്ളവരെ കിട്ടുവാണ്, നമുക്കത് ഗ്രൂം ചെയ്യാനായിട്ടുള്ള ഒരു ഏജ് ആണെങ്കിൽ അച്ഛൻ പറഞ്ഞുള്ള അത് നല്ലൊരു ഐഡിയ ആണ്. നമുക്കാണെങ്കിൽ ഗ്രൂമിങ്, അപ്പൊ അവിടെയാണ് നമ്മുടെ പള്ളികളിൽ ലീഡർഷിപ്പ് സെഷൻസും ഒരു ഗ്രൂമിങ്ങിന്റെ ഒരു അപ്രോച്ച് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് റൈറ്റ്. അപ്പൊ ആനിമേഷൻ സെന്ററിലോട്ടുള്ള സെന്റേഴ്സിനൊക്കെ ആ ഒരു മിനിസ്ട്രിയിലോട്ട് വരാം റൈറ്റ്. ഹൗ ഡു വി ഗ്രൂം പീപ്പിൾ ഇൻ ടു ദീസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദിസ് തിങ്. പക്ഷേ ഞാൻ ഒബ്സർവേഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ആരെ കിട്ടിയാലും അവരെ നമുക്കാണെങ്കിൽ ഈ 4 സ്റ്റൈൽസിലോട്ട് നമുക്ക് ആക്ച്വലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതില്ലെങ്കിലാണ് നമ്മളാണെങ്കിൽ അപ്പൊ എന്റെയൊക്കെ ടീമിൽ ഞങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി പറയും ഓക്കെ നമ്മുടെ ടീം ഒരു ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കോൺസെപ്റ്റ് ആണ് ഇപ്പൊ കോർപ്പറേറ്റിൽ ഉള്ളത് റൈറ്റ്. അതിന്റെ ഒരു മെയിൻ മീനിങ് ആണ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഇസ് ദിസ് ദാറ്റ് നമ്മുടെ ടീം ഡൈവേഴ്സ് അല്ല എന്ന് റൈറ്റ്. അപ്പൊ അങ്ങനെ നമുക്ക് ഡൈവേഴ്സ് ആക്കാനായിട്ട് നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ നമ്മുടെ ഈ ടീമിൽ ആരുണ്ട് അപ്പൊ അവരെ നമ്മൾ കൊണ്ടുവരാം റൈറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ബിജീഷ് അച്ഛൻ കൈ ഉയർത്തിയിട്ടുണ്ട്. അച്ഛൻ ക്വസ്റ്റ്യൻ ഉണ്ടോ അതൊന്നിനും പറയണോ? ബിജീഷ് അച്ഛൻ മ്യൂട്ടിലാണ്. അച്ഛൻ സംസാരിക്കുകയാണെങ്കിൽ മ്യൂട്ടിലാണ്. പിന്നെ വേറെ ഒരു കൈപൊക്കിയിരിക്കുന്ന മാർത്തോമ ചർച്ച് അഹമ്മദാബാദ്. അച്ഛ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, സോറി അച്ഛ പറഞ്ഞോ. ഓക്കെ, അച്ഛൻ കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ബിജീഷ് അച്ഛനും അഹമ്മദാബാദിൽ അച്ഛനും പറയാൻ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അച്ഛൻ പറയാൻ തുടങ്ങുകയായിരുന്നു. ഓക്കെ, അച്ഛാ ഒരു കാര്യം ഇത് കേട്ടപ്പോൾ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ ഒരു സീനിയർ അച്ഛൻ പറഞ്ഞത് കേട്ടു. നമ്മള് ഈ പല ആളുകളെ നമ്മൾ കൂട്ടിയോജിപ്പിച്ച് സ്ട്രാറ്റജി മെനഞ്ഞ് ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുത്ത് നമ്മളൊരു ഐഡിയോളജിയിലേക്ക് ക്രിസ്തുവാകുന്ന സഭയാകുന്ന ഐഡിയോളജിയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ഒരുപക്ഷെ അതൊരു വലിയ പോസിബിലിറ്റി ആയിട്ട് എനിക്ക് ഇപ്പൊ തോന്നുകയാണ്. മേ ബി ക്ലാസ്സിന് ശേഷം വായിക്കാൻ നമ്മൾ 3 വർഷം കൂടും പലയിടത്ത് പോവുകയാണ്. ഓരോ അച്ഛനും ഓരോ വിളി ഉള്ള ആളുകളാണ്. അപ്പം ഈ ഐഡിയോളജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ 3 വർഷം ലഭിക്കുകയാണ്. പലയിടങ്ങളിൽ പല ഗ്രൂപ്പിന് പല രീതിയിൽ ട്രെയിൻ ചെയ്യാനായിട്ട്. അതൊരു വലിയ പോസിബിലിറ്റി ആയിട്ട് തോന്നിയത് ഷെയർ ചെയ്തു. താങ്ക് യു പ്രതീക്ഷ അച്ഛ. അപ്പം പ്രിൻസ് അച്ഛന് വേറൊരു ഏരിയയോട് അച്ഛന് കൈ വരുന്നു. ലീഡർഷിപ്പ് ട്രെയിനിങ് ബേസിസ് ദ സ്റ്റൈൽസ്. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്ക് മുമ്പോട്ട് പോവാം. ബിജീഷ് അച്ഛനും അഹമ്മദാബാദിൽ അച്ഛൻ നെറ്റ്വർക്ക് ബെറ്റർ ആകുമ്പം നമുക്ക് അവരുടെ ക്വസ്റ്റ്യൻസോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. മുമ്പിലോട്ട് നമ്മൾ പോകുന്നു. ഇനി നമ്മളാണെങ്കിൽ ഈ ടൂൾസ് ആൻഡ് ഫ്രെയിം വർക്ക്സിലോട്ടാണ് നമ്മൾ ഇനി അടുത്തത് പോകാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ ഇത് പ്ലാൻ ചെയ്യുന്നത് ഇപ്പം കേൾക്കാം. നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, കണക്ടിവിറ്റി മാച്ച് ചെയ്യണം. ഞാന് സുബിൻ ജോൺ മാത്യു അച്ഛൻ നേരത്തെ നിങ്ങളുടെ കുന്നത്തൂർ പള്ളിയിൽ ഇരുന്നതാണ്. I hope you remember me. Yes, Achan. Yes, I remember. Nice to attend this session, and I appreciate you for the topic that you have chosen. The leadership traits lot വരുമ്പോഴും നമ്മള് പള്ളികളിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഇതുപോലെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്കൊരു പക്ഷേ ഇത് ആപ്റ്റ് പേഴ്സണിനെ കിട്ടണമെന്നില്ല. എന്നാൽ എൻ്റെ ഒരു പെട്ടെന്ന് വന്നൊരു സംശയം,
even if I am a creative consultant, what is the possibility of me shifting my leadership trait into a implementer, or when I'm not able to find an implementer, or should we wait for an implementer? എന്നുള്ള ഒരു കാര്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അതൊരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. അല്ല എങ്കിൽ നമുക്ക് ഇപ്പം ലീഡർഷിപ്പ് ട്രേറ്റ്സ് ഉള്ളവരിൽ തന്നെ ഇതിനെ ചിലപ്പോൾ ഒരു പക്ഷേ അവർ യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു ട്രേറ്റ് ആയിരിക്കാം. അതിനെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ എന്നുള്ളൊരു സജഷൻ എൻ്റെ മനസ്സിൽ വന്നത്. ഐ വാസ് വാണ്ടിങ് ടു ഷെയർ. താങ്ക് യു. താങ്ക്സ് ഫോർ ദാറ്റ് തോട്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ട്രെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സ്റ്റൈൽസും നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഞാൻ ആ ഫ്രെയിംവർക്കിൽ കാണിച്ചത് ഫ്യൂച്ചർ വേഴ്സസ് പ്രസന്റ്, റൈറ്റ്? അപ്പൊ ഈ ഫ്യൂച്ചർ തിങ്കിങ്ങിലുള്ള ഞാൻ ഒന്നുകൂടെ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്, അപ്പം ഒന്ന് കാണാനായിട്ട്. അപ്പം ഈ ഫ്യൂച്ചർ വേഴ്സസ് പ്രസന്റ് തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ആദ്യമേ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ ക്രിയേറ്റീവ്, അച്ഛൻ്റെ ക്വസ്റ്റനിൽ ക്രിയേറ്റീവ് കൺസൾട്ടൻസിനെ നമുക്ക് ഇംപ്ലിമെന്റർ ആയിട്ട് ആക്കാൻ പറ്റുമോ? റൈറ്റ്, അവരെ ആക്ച്വലി ആക്കാൻ പറ്റും, റൈറ്റ്? സോ ക്രിയേറ്റീവ് കൺസൾട്ടൻസിനെ ഇംപ്ലിമെന്ററും വിഷണറി ആയിട്ട് ആക്കാനും പറ്റും, ബിക്കോസ് അവർ രണ്ടുപേരും റൈറ്റ് സിസ്റ്റംസ്, ഗോൾസ്, ഐഡിയാസ്, ആ ഒരു കോമണാലിറ്റി വരുന്നത്. പക്ഷെ അവരെ മാനേജർ ആക്കാൻ പറ്റുമോ? അവർ ഒരിക്കൽ പോലും മാനേജർ ആക്കാൻ പറ്റില്ല, ബിക്കോസ് അവരാണെങ്കിൽ ഫെഡപ്പ് ആയി പോകും, റൈറ്റ്? അവർക്കാണെങ്കിൽ ഒരു മൊണോട്ടണി വരും, ബിക്കോസ് അവർ ആക്ച്വലി മോർ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. അപ്പം നമ്മുടെ ഈ ഒരു ഫ്രെയിംവർക്ക് വെച്ച് നമ്മളാണെങ്കിൽ ആ ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ ആൾക്കാരെ ഓരോരോ രീതിയിലോട്ട് നമുക്ക് കൊണ്ടുപോകണം. അപ്പം എല്ലാവരെയും എല്ലാം ആക്കാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മുമ്പോട്ട് എന്നാ പോകുന്നു. സമയം അധികം ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അടുത്ത ടൂൾസിലോട്ട് കയറാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി നമ്മുടെ കോർപ്പറേറ്റ് ലീഡേഴ്സ് പീപ്പിൾ മാനേജ്മെന്റായിട്ട് എങ്ങനെയാണ് അവരുടെ ഫോക്കസ് ഉള്ളതിന്റെ ആ ഒരു അപ്രോച്ച് ചെയ്യുന്നതാണ് ഞാൻ നമ്മുടെ പള്ളിയുടെ ഒരു കോണ്ടെക്സ്റ്റിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിലോട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയിക്ക് ഓരോരോ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കരിയേഴ്സ് തുടങ്ങിയപ്പം ഈ ഓരോരോ സ്റ്റേജസ് നമ്മൾ പഠിച്ചു. ആ ഓരോരോ സ്റ്റേജസ് നമുക്ക് ഓരോരോ ആക്ടിവിറ്റീസ്, ഫ്രെയിം വർക്ക്സ്, മോഡൽസ് ഉണ്ട്. അതെല്ലാം ഒത്തിരി മാനുവലായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കാലത്ത് വന്നപ്പോഴത്തേന് എൻ്റെ ഓർഗനൈസേഷണൽ ഇഫക്റ്റീവ്നെസ് അങ്ങനത്തെ റോളിൽ ഒത്തിരി കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനും ഡേറ്റ സെൻട്രിക് ആക്കാനായിട്ടും പ്രൊആക്റ്റീവ് ആയിട്ടും റെക്കമെൻഡേഷൻ അങ്ങനെയൊക്കെ ഒത്തിരി AI അനലിറ്റിക്സ് ടൂൾസ് ഒക്കെ വെച്ച് എനിക്കാണെങ്കിൽ എൻ്റെ ഒരു എംപ്ലോയി എടുക്കുവാണെങ്കിൽ ആ എംപ്ലോയി ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്, അടുത്ത സ്റ്റേജിലോട്ട് ഏതാണ്, അപ്പൊ അതൊക്കെ നമുക്കാണെങ്കിൽ ഇപ്പം AI അനലിറ്റിക്സ് വെച്ച് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ കോർപ്പറേറ്റിന്റെ ആ സ്റ്റേജിലോട്ട് വരുന്നില്ല. പക്ഷെ ഞാനാണെങ്കിൽ മേ ബി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ അച്ഛന്മാരിലൊക്കെ കോർപ്പറേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം അത് വെച്ചിട്ട് ഞാൻ നമുക്ക് ആണെങ്കിൽ ഒന്ന് ഇതുമായിട്ടൊന്ന് നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം, റൈറ്റ്? അപ്പൊ നമ്മൾ ഒരു കോർപ്പറേറ്റിൽ പോവാണെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജസ് റിക്രൂട്ട്മെന്റ്, റൈറ്റ്? അതാണ് ആദ്യമേ കമ്പനിയായിട്ട് ഇഷ്ടപ്പെട്ടു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അതൊരു ഫസ്റ്റ് സ്റ്റേജ് ആണ്. അവിടെ ഒത്തിരി സിസ്റ്റംസ്, പ്രോസസ്സസ്, മോഡൽസ് നമ്മളാണെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്. അത് നമ്മൾ പറയും ജോയിൻ ടു ഹയർ ടൈം, റൈറ്റ്? അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ ലൂസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ജോയിൻ ടു ഹയർ സ്റ്റേജിൽ അവരെയാണെങ്കിൽ നമ്മളാണെങ്കിൽ എൻഗേജ് ചെയ്ത് നമ്മുടെ കമ്പനി ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് അടുത്തൊരു സ്റ്റേജാണ്. അവിടെ നിന്നാണ് ഓൺ ബോർഡിങ് സ്റ്റേജ്. ആ സ്റ്റേജിലാണ് കമ്പനിയെ കുറിച്ച് അറിയാനായിട്ട്, റോളിനെ കുറിച്ച് അറിയുന്ന എല്ലാ കാര്യങ്ങളും. അവിടുന്ന് അസിമുലേഷൻ, പിന്നെ എൻഗേജ്മെന്റ്, പിന്നാണെങ്കിൽ റെക്കഗ്നിഷൻ, പെർഫോമൻസ്, ഡെവലപ്മെന്റ്, റിട്ടൻഷൻ, റൈറ്റ്? ഇങ്ങനെയാണെങ്കിൽ ഒരു 8 സ്റ്റേജസിലാണ് ഇതെല്ലാം ആങ്കർ ചെയ്തിരിക്കുന്നത്. ആ 8 സ്റ്റേജസിൽ നമ്മളാണെങ്കിൽ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്ത് ഫ്രെയിം വർക്ക്സ്, മോഡൽസ് ഉണ്ടാക്കി. എൻ്റെയൊക്കെ റോളിൽ ആക്ച്വലി ഇപ്പോഴത്തെ പുതിയ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഈ ഓരോരോ സ്റ്റേജസിൽ നമ്മളാണെങ്കിൽ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് വെച്ച് പുതിയ പ്രോസസ്സസ് ഡിസൈൻ ചെയ്യുന്നത്, അതൊക്കെയാണ് ഞാൻ എൻ്റെ റോളിൽ ഇപ്പം ചെയ്യുന്നത്, റൈറ്റ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എവോൾവിങ് ഒരു സ്റ്റേജസ് കൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ആലോചിച്ചത്. നമ്മുടെ ഒരു പാരിഷിലെ ഒരു മെമ്പറിനെ എടുക്കുവാണെങ്കിൽ ആ ഒരു മെമ്പറും ആക്ച്വലി
ആ പള്ളിയിൽ നിൽക്കുന്നതോറും കാലത്ത് ഒരു സ്റ്റേജിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ പള്ളിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുകയാണെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ മാർത്തോമാ സഭയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുകയാണെങ്കിൽ, ഒരു കൊച്ചു കുഞ്ഞു തൊട്ട് സൺഡേ സ്കൂൾ തൊട്ട് ഏറ്റവും പ്രായം വരെ ഒരു സീനിയർ സിറ്റിസൺ വരെ നമുക്ക് ആക്ച്വലി മിനിസ്ട്രീസ് ഉണ്ട്. അപ്പൊ അത് ബ്യൂട്ടിഫുള്ളി നമ്മുടെ പള്ളിയാണെങ്കിൽ അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഓരോ ടാർഗറ്റ് ഓഡിയൻസിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് അവർ ഈ സൺഡേ സ്കൂൾ തൊട്ട് നാളെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് വരുന്നവരെ എങ്ങനെയാണ് നമ്മൾ അവരെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഒരു ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 5 രീതിയിലാണ് ഈ ഓരോ ലൈഫ് സൈക്കിൾ ത്രൂ അവർ പോകുന്നത്, റൈറ്റ്? ആദ്യത്തെ ലൈഫ് സൈക്കിൾ ഇസ് നോ. സൺഡേ സ്കൂൾ ആകുമ്പം നോയിങ്, റൈറ്റ്? അപ്പൊ സൺഡേ സ്കൂൾ നോ എന്തുവാണ്? ചിലപ്പം സോങ്സ് ആയിരിക്കും, സ്റ്റോറീസ് ആയിരിക്കും. ഇതൊക്കെയാണ് നോ ഫോർ എ സൺഡേ സ്കൂൾ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സീനിയർ സിറ്റിസൺ ആകുമ്പോൾ നോ എന്തുവാ? നോ എൻ്റെ യേശു, എന്നെ നടത്തിയ വഴികൾ, റൈറ്റ്? ഇതൊക്കെയാണ് നോ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ്. അപ്പൊ നമ്മൾ ഓരോരോ നമ്മളിപ്പം ബ്രേക്ക് ഔട്ട് സെഷനിൽ പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് 2 എക്സ്ട്രീം എടുത്താണ് സൺഡേ സ്കൂൾ ആൻഡ് സീനിയർ സിറ്റിസൺ, ജസ്റ്റ് ടു ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? സോ ആദ്യത്തെ ഒരു ഫേസ് പറഞ്ഞാൽ നോ. നമ്മൾ ഈ നോ ഓരോരോ ടാർഗറ്റ് ഗ്രൂപ്പിന്റെ നോ അറിയുമ്പോഴാണ് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് വരുന്നത് ബിലോങ്. നമുക്ക് ഈ ഒരു നോ ഫേസ് ഇല്ലെങ്കിൽ ആരും ഒരു ബിലോങ് ഫേസിലോട്ട് വരുന്നില്ല. ബിലോങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓക്കെ, എനിക്ക് ആരണ്ടൊക്കെ ഉണ്ട്, റൈറ്റ്? എനിക്കാണെങ്കിൽ എൻ്റെ കൂട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, റൈറ്റ്? ഇതൊക്കെ ഒരു ബിലോങ്ങിന്റെ ഒരു ഇതാ. അപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ യേശുവിനെ അറിഞ്ഞു. അപ്പൊ നമ്മളിപ്പം ഒരു ക്രിസ്ത്യൻ രീതിയിൽ എടുക്കുവാണെങ്കിൽ ഞാൻ യേശുവിനെ അറിഞ്ഞ് യേശുവിനെ അറിയുന്ന കുറച്ച് പേരുണ്ട്, അവരാണ് ഈ ബിലോങ്. അപ്പൊ അത് രണ്ടുകൂടി വരുമ്പോഴാണ് അടുത്ത 3ാമത്തെ സ്റ്റെപ്പിലോട്ട് വരുന്നത്, വിച്ച് ഇസ് ഗ്രോ. ഈ അറിഞ്ഞ യേശു, ഈ ഒരു ഡിഫറെന്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാര് എനിക്ക് ഇടിച്ചുകൂടെ ഒന്ന് അറിയണം, റൈറ്റ്? അതാണ് ഈ ഒരു ഗ്രോ ഫേസ് എന്ന് പറഞ്ഞാൽ. അവിടെ നിന്നാണ് 3ാമത് വരുന്നത്. ഓക്കെ, എനിക്ക് ഇതെല്ലാം അറിഞ്ഞു, എനിക്കിനി ഈ യേശുവിന്റെ ഈ സ്നേഹവും ഈ അറിഞ്ഞ കാര്യങ്ങളും ഒക്കെ എനിക്കാണെങ്കിൽ ആക്ച്വലി പോയി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം. അതാണ് ഈ 4ാമത്തെ സ്റ്റേജ്, ദാറ്റ് ഇസ് സെർവ്. അവിടെ നിന്നാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് വരുന്നത്, വെച്ചാൽ ഷെയർ. ഓക്കെ, ഇതെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് മറ്റുള്ളവരോടും ചെന്ന് പറയണം. അവരോട് ചെന്ന് പറയുമ്പോഴാണ് അവർ ഇനി അടുത്ത നോ സ്റ്റേജിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ലൈഫ് സൈക്കിൾ സ്റ്റേജ് ഓഫ് എ പാരിഷ് മെമ്പേഴ്സ്. അതാണെങ്കിൽ ഓരോരോ അവിടെ ലൈഫ് സ്റ്റേജസിൽ കൂടെ പോകുമ്പോഴും ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജസിൽ കൂടെയാണ് നമുക്ക് പ്രൊആക്റ്റീവ്ലി ഇവരെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ നമ്മളാണെങ്കിൽ ഈ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് കഴിയുമ്പം നമ്മുടെ ഈ അച്ഛന്മാരെല്ലാവരും തിരിച്ചു ചെന്ന് നിങ്ങളുടെ ഓർഗനൈസേഷണൽ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ ലീഡേഴ്സിനെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവരെ എക്വിപ്പ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ഓരോരോ മെമ്പറിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്ത്, ഓക്കെ ഈ ഒരു മെമ്പർ ഇപ്പൊ നോയിലാണ്, നമുക്ക് ബിലോങ്ങിൽ കൊണ്ടുപോകണം. ഓക്കെ, നമുക്ക് കുറച്ചൊരു ബിലോങ്ങിലുണ്ട്, ഓക്കെ നമുക്ക് അവരെ ഗ്രോയിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഇവരെ ചെയ്യാൻ പറ്റുന്നത്, റൈറ്റ്? അതാണ് നമ്മളിപ്പം നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്, വിച്ച് ഇസ് എ കോമൺ, റൈറ്റ്? സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ്, യുവനസഖ്യം, യങ് വുമൻസ് ഫെലോഷിപ്പ്, സേവിയ സംഘം, പാരിഷ് ക്വയർ, സൺഡേ സ്കൂൾ, ടീനേജ് ഫെലോഷിപ്പ്, പാരിഷ് മിഷൻ, റൈറ്റ്? സോ ഇതെല്ലാമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. നമ്മുടെ മെമ്പേഴ്സ് എല്ലാം ഏതിനകത്ത് ഒരെണ്ണത്തിനകത്ത് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ട്, ചിലപ്പോൾ ഇതിനകത്ത് ഒന്നും ഇല്ലാത്തവരുണ്ട്. അപ്പൊ അവരാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഫേസ്, റൈറ്റ്? നോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കാണെങ്കിൽ ഇത് നമുക്ക് ഓരോന്നോരോ നോക്കാം, സമയം അനുസരിച്ച് നമുക്ക് നോക്കാം. എല്ലാം ഫ്രെയിമിൽ കൂടെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒരു ടൈം ചെക്ക് ചെയ്യുന്നു. നമ്മുടെ റെൻസി അച്ഛാ, നമുക്ക് എത്ര സമയം കൂടെ ഉണ്ടച്ചാ? ഇപ്പൊ 9:20 ആയി. നമുക്കൊരു 30 to 40 മിനിറ്റ്സ് 10 o'clock വൈൻഡപ്പ് ചെയ്യാം എല്ലാവരും. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ആക്ച്വലി ഒരു ക്രാഷ് കോഴ്സ് കൂട്ട് ഇതിനകത്തൂടെ ഞാൻ ജസ്റ്റ് റൺ ത്രൂ ചെയ്ത് പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ മോർ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവൈലബിൾ, നമുക്ക് ഫോൺ കോൾ ഓഫ്ലൈൻ നമുക്ക് സംസാരിക്കാം. അപ്പം അങ്ങനെയുള്ള രീതി നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ക്വിക്ക്ലി ഇത് കൊണ്ടുപോകുന്നു. ചിലതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിരിക്കും, എന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം.
ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേജ് വിച്ച് ഇസ് നോ. അപ്പൊ നമ്മളിത് ചെയ്യാൻ പോകുമ്പം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഓരോരോ ടാർഗറ്റ് ഗ്രൂപ്പിനാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൺഡേ സ്കൂൾ, അവിടുന്ന് UNSAKM, അവിടുന്ന് ചിലപ്പോൾ യങ് വുമൻസ് ഫെലോഷിപ്പ്, സേവിയർ സംഘം, റൈറ്റ്? അതാണ് നമ്മുടെ ഈ ടാർഗറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഞാൻ മീൻ ചെയ്യുന്നത്, റൈറ്റ്? അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. ആ എല്ലാ ഓർഗനൈസേഷനിൽ ആ ഈച്ച് ടാർഗറ്റ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് നമ്മൾ ഈ നോ എന്നുള്ള ഒരു സയന്റിഫിക് രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് ആയിട്ടാണെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് പറയുന്നത്. ഞാൻ ഫിഷേഴ്സ് ഫ്രം മെൻ എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് എടുക്കുന്നു. ആദ്യമേ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പം നോ വാട്ട് യു ഫിഷിംഗ് ഫോർ, റൈറ്റ്? ഏത് ഫിഷിനെയാണ് നമ്മൾ ഫിഷ് ചെയ്യാൻ പോകുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ വലകളും അതിനെ ഈ ഫിഷിംഗ് ചെയ്യുന്ന അതിന്റെ ഹുക്കും എല്ലാം ഈ ഏത് ടൈപ്പുള്ള ഫിഷിനെ പിടിക്കാൻ പോകുന്ന രീതിയിലാണ് അതുള്ളത്. സോ അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. രണ്ടാമത്, ലേൺ ടു തിങ്ക് ലൈക്ക് എ ഫിഷ്. അപ്പൊ നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, എടാ നീ വലയെടുത്ത് ഇങ്ങോട്ട് ഇട്, അപ്പൊ അവിടെ ഇട്ടിട്ടാണെങ്കിൽ നിനക്ക് ഒന്നും കിട്ടുന്നില്ല. അതാണെങ്കിൽ ആ ഒരു ലേൺ ടു തിങ്ക് ലൈക്ക് എ ഫിഷ് ആ ഒരു അപ്രോച്ച് ആണ്, റൈറ്റ്? എവിടാണ് നമ്മുടെ ഈ ഫിഷ്, നമ്മുടെ ഈ ആൾക്കാരുടെ എന്തുവാണ് അവർ ചിന്തിക്കുന്നത്, അവരുടെ ലൈഫ് എങ്ങനെയുള്ളതാണ്, റൈറ്റ്? അപ്പൊ ലേൺ ടു തിങ്ക് ലൈക്ക് എ ഫിഷ്. മൂന്നാമത്, ഗോ വേർ ദ ഫിഷ് ഇസ് ബൈറ്റിംഗ്, റൈറ്റ്? എന്തുവാ നമ്മുടെ ഈ ഫിഷ്, നമ്മുടെ ഈ ടാർഗറ്റ് ഗ്രൂപ്പ്സ് അവർ പല പല എക്സ്പീരിയൻസസ് ത്രൂ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ ഒത്തിരി സമയം നമ്മളാണെങ്കിൽ എല്ലാം നല്ലതായിട്ട് എല്ലാം ഉള്ള ആൾക്കാരുടെ പുറകെ നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്കാണെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ഇത് ആവശ്യമുള്ള ആൾക്കാരുടെ പുറകെ ആദ്യം പോയി തുടങ്ങി അവിടെ നിന്നാണ് നമ്മൾ ഇത് ബിൽഡപ്പ് ചെയ്യേണ്ടത്, റൈറ്റ്? സോ ഗോ വേർ ദ ഫിഷ് ഇസ് ബൈറ്റിംഗ്, യൂസ് ദി അപ്രോപ്രിയേറ്റ് ഹുക്ക്, റൈറ്റ്? അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണ് റൈറ്റ് ഹുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഫിഷിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റ് വൺ, ഫിഷ് ഫോർ ദ കൈൻഡ് ഓഫ് ഫിഷ് ദാറ്റ് യു ക്യാൻ ക്യാച്ച് ദ ബെസ്റ്റ്, റൈറ്റ്? നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഫിഷിനെ നമ്മൾ നോക്കേണ്ടത്. എല്ലാവരെയും നമുക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നത്, റൈറ്റ്? സോ ലുക്ക് ആൻഡ് പിക്ക് ആൻഡ് ചൂസ് പീപ്പിൾ ഹൂ നീഡ്സ് ദിസ് ദ മോസ്റ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേജ്, റൈറ്റ്? നമ്മുടെ എല്ലാ ആൾക്കാരും ഓരോരോ സ്റ്റേജസ് കൂടി പോകും. ഇപ്പോഴത്തെ കാലം നല്ലതായിരിക്കും, നാളെ അവർക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടി വരും. അപ്പൊ ആ ഒരു അനുസരിച്ചാണ് നമ്മുടെ ഒരു മിനിസ്ട്രി ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണ് പെർസോണ ക്യാൻവസ്. അപ്പൊ ഇതാണെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ പ്രോഡക്ട്സ്, റൈറ്റ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെൽഫിൽ ഇരിക്കുന്ന നമ്മുടെ ID-യുടെ വട തൊട്ട് നമ്മുടെ എന്തുവാ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് പ്രോഡക്റ്റ്, ഇതെല്ലാം ബിൽഡ് ചെയ്യാനായിട്ട് അവരുടെ സ്റ്റാർട്ടിങ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻവസ് യൂസ് ചെയ്താണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ്? അപ്പൊ അവരെന്ത് കൊടുക്കുന്നത്, അവരാണെങ്കിൽ ആദ്യം പോയി ഡെമോഗ്രാഫിക്സ് നോക്കും, എന്തുവാണ് ഏജ്, അവരുടെ ഇൻകം എന്തുവാണ്, ലൊക്കേഷൻ എന്തുവാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാണ്, അവർ എന്ത് ജോലി ചെയ്യുന്നു, അവർ ഏത് കരിയറിലാണ്, എന്തുവാണ് അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഫാമിലി എന്തോ ബാക്ക്ഗ്രൗണ്ട്. അവിടുന്ന് അവർ നോക്കുന്നു, ഓക്കെ അവരുടെ ബിഹേവിയേഴ്സ് എങ്ങനെയാണ്, റൈറ്റ്? അവരുടെ ട്രേറ്റ്സ് എങ്ങനെയാണ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രിഫറൻസ് എന്തൊക്കെയാണ്, അവരുടെ ഡിമീനർ എങ്ങനെയാണ്. പിന്നെ അവിടുന്ന് നോക്കുന്നു, ഓക്കെ വാട്ട് ആർ ദ ചാലഞ്ചസ്, റൈറ്റ്? അവരുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റേജിൽ എന്തൊക്കെ ചാലഞ്ചസ് കൂടെ അവർ പോകുന്നത്. പിന്നെ അവിടെ നമ്മൾ നോക്കുന്നു അവരുടെ ഗോൾസ് എന്തുവാണ്, അവർ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ബേസിക് നോളജിൽ നിന്നാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഹൗ കെൻ വി ഹെൽപ്പ് ദം, റൈറ്റ്? ഈ ചലഞ്ചസും അവരുടെ ഗോൾസും അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ നമ്മൾ നോക്കുന്നു, നമ്മളാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രി അതുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മുടെ അവിടെ അടുത്ത് ചെല്ലുമ്പം എന്തൊക്കെയാണ് അവരുടെ ഒബ്ജെക്ഷൻസ് വരാൻ പറ്റുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫ്രെയിംവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, റൈറ്റ്? നമ്മുടെ എല്ലാവരും നമുക്ക് പോയി നമ്മുടെ ഇപ്പം നമുക്ക് ബ്രേക്ക് ഔട്ട് സെഷൻ നമ്മൾ പോകുമ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോഴത്തെ ഏതിലും ഒരു പെർട്ടിക്കുലർ മിനിസ്ട്രി നമ്മൾ നോക്കിയതിനകത്ത് ഇഫക്റ്റീവായിട്ട് പോകുന്നില്ലെങ്കിൽ ദ സ്റ്റാർട്ടിംഗ് ഫേസ് ഇസ് ടു നോ ദ ടാർഗറ്റ് ഗ്രൂപ്പ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. പക്ഷെ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ സെന്റ് സ്റ്റീവൻസ് പള്ളിയിൽ നമ്മൾ പ്രസാദം എത്തിച്ചിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ഒരു ടീൻസ് ഫെലോഷിപ്പ് ഡിസൈൻ ചെയ്യാനായിട്ടും അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഒക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ദൈവം എനിക്ക് തന്നത്. അന്ന് ഞാനാണെങ്കിൽ ഈ ഒരു പെർസോണ ക്യാൻവസ് ആണ് അന്ന് നമ്മൾ യൂസ് ചെയ്തതും. അവിടെ നിന്നാണ് അതിൻ്റെ എല്ലാ ഒരു വർക്കിങ്ങും അതിൻ്റെ ഒരു സെഷൻസും അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സിസ്റ്റംസ് എല്ലാം ഇത് യൂസ് ചെയ്താണ് നമ്മൾ അത് ചെയ്തത്. സമയം ഉണ്ടെങ്കിൽ മേ ബി ഞാനത് ഷെയർ ചെയ്യാം, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് സമയം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു പെർട്ടിക്കുലർ മോഡൽ ഓഫ് ഹൗ ഡു വി നോ ആർ ടാർഗറ്റ് ഗ്രൂപ്പ് ഡിപ്പെൻഡിങ് അപ്പോൺ വേർ ദേ ആർ. അടുത്ത പോകുന്നു വിച്ച് ഇസ് ബിലോങ്, റൈറ്റ്? നമ്മുടെ ചർച്ചിലുള്ള മെമ്പേഴ്സ്, റൈറ്റ്? വൺസ് ദേ നോ, വൺസ് വി നോ ദം,
once they know, right, do they feel a sense of belongingness to the parish and to its ministry, right? അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ബിലോങ്ങിങ്നെസ് ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പം നമ്മുടെ ഏതൊരു മെമ്പറും ആരെങ്കിലും നമ്മുടെ മിനിസ്ട്രീസിലോട്ടോ നമ്മുടെ ചേർച്ച് ആക്ടിവിറ്റീസിലോട്ടോ ജോയിൻ ചെയ്യാനായിട്ട് ചോദിക്കാൻ പോകുമ്പം അവരുടെ മനസ്സിൽ കൂടെ ഓടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഈ ബിലോങ്ങിങ്നെസ് വരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡു ഐ ഫിറ്റ് ഹിയർ? അപ്പോൾ അതൊരു അക്സെപ്റ്റൻസ്. വിൽ ഐ ബി അക്സെപ്റ്റഡ് ഇൻ ദ പ്ലേസ് ദാറ്റ് people are calling me for the ministry? Does anyone want to know me? അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്നുണ്ടോ? അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ് മനസ്സിൽ കൂടെ പോകുന്നത്. മൂന്നാമത്തെ, am I needed here? റൈറ്റ്, വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് ആണ് ഇപ്പം. റൈറ്റ്, ടൈം ഈസ് ഓഫ് ദ ബിഗസ്റ്റ് വാല്യൂ. നമ്മുടെ ജനറേഷൻ ആണെങ്കിൽ ഇപ്പോൾ AI എല്ലാം ആ ഒരു മോഡലോട്ട് പോകുമ്പോഴത്തേക്കും ദ ബിഗസ്റ്റ് കമോഡിറ്റി ഫ്രം എ വാല്യൂ ഇസ് നോട്ട് മണി എനിമോർ, ഇറ്റ് ഇസ് ടൈം. റൈറ്റ്, സോ am I needed here? Right, what value can I contribute to what people are asking me? പിന്നെ അടുത്ത, what's the advantage of me joining this ministry? Right, from my life, from me knowing Christ, right, എങ്ങനെയാണ് ഈ മിനിസ്ട്രി എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? ആ ഒരു കണക്ട് വന്നില്ലെങ്കിൽ ഒത്തിരി പേര് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ വാട്ട് ഇസ് ദാറ്റ് ബെനിഫിറ്റ്? ഏറ്റവും അവസാനം, വാട്ട് ആർ ദി എക്സ്പെക്ടേഷൻസ്? റൈറ്റ്, ഇത് ഞാൻ ജോയിൻ ചെയ്യുമ്പം എന്നിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ നമ്മളാണെങ്കിൽ ഏതൊരു മെമ്പറുടെ അടുത്ത് പോകുമ്പോഴും ഈ ഒരു 4-5 കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ കൂടെ ഓടുന്നത്. അപ്പൊ ഇത് വെച്ചാണ് അടുത്തൊരു മോഡൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് മോഡലാണ്, പക്ഷെ ഇതൊരു സ്റ്റേജ് ബൈ സ്റ്റേജ് എങ്ങനെയാണ് ഒരാള് ബിലോങ്ങിങ്നെസ് സ്റ്റേജിലോട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ്. ആദ്യമേ നമ്മൾ എന്തുവാണ്, ഇൻവിറ്റേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. റൈറ്റ്, നമ്മളാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മളൊരു പ്രൈസ് ആൻഡ് വർഷിപ്പ് വെക്കും, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് വെക്കും, അല്ലെങ്കിൽ നമ്മളൊരു പോട്ട്ലക്ക് വെക്കും. ഇതെല്ലാം എന്തോ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു അനൗൺസ്മെന്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും. ഇതെല്ലാം ഒരു ഇൻവിറ്റേഷൻ ആണ്. ആ ഇൻവിറ്റേഷനകത്തു നിന്ന് അടുത്ത സ്റ്റെപ്പാണ് എൻറ്ററിങ്. റൈറ്റ്, ആ ഇൻവിറ്റേഷൻ അവർ കണ്ട് ഞാൻ പറഞ്ഞ 5-6 കാര്യങ്ങൾ അവർക്ക് സെൻസ് ചെയ്യുമ്പോഴാണ് അവർ അതിനകത്തോട്ട് എൻട്രി ചെയ്യാൻ പോകുന്നത്. ആ എൻട്രി ചെയ്ത് കഴിഞ്ഞാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം അവിടെ ആണെങ്കിൽ ഒരു കാര്യം ശരിയായിട്ട് നടന്നാൽ മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ. അതിനാണ് നമ്മൾ ഈ പറയുന്ന കോഡ് സ്വിച്ചിങ്. കോഡ് സ്വിച്ചിങ് എന്ന് പറയുകയാണെങ്കിൽ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങുമ്പം അവരുടെ പാർട്ടിസിപ്പേഷനകത്ത് ആരെങ്കിലും ഒന്നൊരു ബ്ലോക്ക് ചെയ്താലോ, അല്ലെങ്കിൽ അവരായിട്ട് പറയാമോ ഇത് ശരിയായില്ല, അവരെ ഡീമോട്ടിവേറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ 5-6 കാര്യങ്ങളിലാണെങ്കിൽ അവർ കാണുന്നു അതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. അവിടെ വരുമ്പോഴാണ് ഇവരാണെങ്കിൽ അതിനകത്ത് എക്സിറ്റ് ചെയ്ത് പിന്നെ വരാതിരിക്കുന്നത്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് നടക്കുവാണെങ്കിലാണ് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്, വിച്ച് ഇസ് കോൺട്രിബ്യൂട്ടിങ്. റൈറ്റ്, അവരാണെങ്കിൽ അവർ പിന്നെയും കൂടുതൽ കോൺട്രിബ്യൂട്ട്, ബിക്കോസ് അവരുടെ വാല്യൂ അവർക്ക് മനസ്സിലായി. ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത്, ഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ അവരാണെങ്കിൽ അവരുടെ നാച്ചുറൽ സ്റ്റേറ്റ് ആണ്. അവരെല്ലാ സൺഡേയിലും അത് എന്ന് ചെയ്തെല്ലാം അവർ റെഡി ആയിട്ട് അവിടെ കാണും. പിന്നെ ആണെങ്കിൽ ആണ് അവിടെ ഒരു മെച്യൂരിറ്റി ആണ് അതോട്ട് വരുന്നത്. അപ്പൊ ഈ നല്ല ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ ടീൻസ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അതിനകത്തൊരു മോഡലുണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്നത് ലൈഫ് ഗ്രൂപ്പ്സ് എന്ന് പറയും. അതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരാണെങ്കിൽ അവർക്ക് ഒത്തിരി ഡിഫിക്കൽട്ടി കൂടെയും അവർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ലൈഫ് ഗ്രൂപ്പ് സെഷൻസിലാണ് അവർ അതൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ ഷെയറിങ് സെഷൻസിൽ ചിലതൊക്കെ അവർ പറയുന്നത് തെറ്റായിരിക്കും, റൈറ്റ്, എഗൻസ്റ്റ് അവർ ഫിലോസഫീസ് ആയിരിക്കും. അപ്പം അതിനാണ് നമ്മൾ ഡിസെൻഡിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മളാണെങ്കിൽ അതിനെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുകയും, എങ്ങനെയാണ് നമ്മൾ അതിനായിട്ട് ഒരു ഡയലോഗ് ചെയ്യും, എങ്ങനെയാണ് നമ്മൾ അടുത്ത സ്റ്റേജിലുള്ള റിപ്പയറിംഗ് സ്റ്റേജ്, റൈറ്റ്, എങ്ങനെയാണ് നമ്മുടെ ബൈബിൾ കൊണ്ടും നമ്മുടെ റിലേഷൻഷിപ്പ് കൊണ്ടും മറ്റുള്ള എക്സ്പീരിയൻസസ് കൊണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് അവരുടെ ആ ഒരു ഡിസെൻഡിങ് തോട്ട്സ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ചിലപ്പോഴാണ് ആ ഡിസെൻഡിങ് തോട്ട്സ് നല്ലതായിട്ട് പോയില്ലെങ്കിൽ അവിടെ വേറൊരു റിപ്പയർ നടക്കേണ്ട ആവശ്യമുണ്ട്. റൈറ്റ്, ഇറ്റ്സ് നോട്ട് എ പോസിറ്റീവ് റിപ്പയർ, പക്ഷെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മൾ റിപ്പയർ ചെയ്യണം. പിന്നെ അവിടെ നമ്മളാണെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നത് വിച്ച് ഇസ് ലീവിങ് ആൻഡ് ഡൈവേർജിങ്. അതാണ് നമ്മുടെ അടുത്ത സ്റ്റേജിലോട്ട് വരുവാണ്, വിച്ച് ഇസ് ദ ഗ്രോ സ്റ്റേജ്. റൈറ്റ്, അപ്പം അതാണ് വേറൊരു ഫ്രെയിം വർക്ക്. അപ്പം ഇതിനകത്ത് ഞാൻ പറയുന്നത്, വാട്ട് ആർ ഓൾ ദ ഡിഫറെന്റ് വേസ് ദാറ്റ് വി കൻ ഡു ഈച്ച് ഓഫ് ദീസ് തിങ്സ്. റൈറ്റ്, ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തോട്ട് പോകാനായിട്ട് നമുക്ക് സമയമില്ല. Right, these are some of the things. So space is very important. Right, roles within each of this ministry is very important. Right, എങ്ങനെയാണ് നമ്മൾ അതിനകത്തുള്ള മിനിസ്ട്രി ഉള്ള ആൾക്കാർക്ക് എല്ലാം ഓരോ റോൾസ് കൊടുക്കുന്നത്. അപ്പം അതിനകത്താണെങ്കിൽ അവരുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് മേ ബി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്, കമ്മ്യൂണിക്കേഷൻ, റിച്വൽസ്. നമ്മളപ്പോൾ ഈ ഇൻവിറ്റേഷൻ ടു എൻട്രിങ്, അപ്പൊ ഞങ്ങളുടെ ഈ ടീൻസ് ഫെലോഷിപ്പിനാണെങ്കിൽ പീപ്പിൾ ഹു വി ഇൻവൈറ്റ് ആൻഡ് എൻറ്റർ, നമുക്ക് അവിടെ ഒരു റിച്വൽ ഉണ്ട്. അത് ആക്ച്വലി ആണെങ്കിൽ ഒരു ചെറിയ മോഡേൺ ഒരു ഫിസ്റ്റ് ബംപ് കൂട്ടൊക്കെ ഉള്ള ഒരു 3-4 സ്റ്റെപ്പ് ഒക്കെ ചെയ്ത് അവരെ എൻട്രി ചെയ്യിപ്പിക്കുന്ന അങ്ങനെയൊക്കെ. റൈറ്റ്, അപ്പോൾ ഒരു റിച്വൽസ് ഒരു എക്സാമ്പിൾ ആണ്. റൈറ്റ്, പിന്നെ ആണെങ്കിൽ ഈ ഒരു പാർട്ടിസിപ്പേറ്റിംഗ്, കോൺട്രിബ്യൂട്ടിംഗ് അത് വരുമ്പോഴത്തേക്കും, റൈറ്റ്, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു റീസോഴ്സ് ഗ്രൂപ്പ്സ് എന്നുള്ളൊരു ഫോർമാറ്റിൽ, റൈറ്റ്, എങ്ങനെയാണ്
അതിനകത്തുള്ള ഓരോ ആൾക്കാരുടെയും എക്സ്പെർട്ടീസ് വെച്ച് എങ്ങനെയാണ് നമ്മൾ അവരെ ആണെങ്കിൽ അവരുടെ എക്സ്പെർട്ടീസ് കാണിച്ച് റൈറ്റ് എങ്ങനെയാണ് നമുക്ക് അതൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതാണ് ഈ റിസോഴ്സ് ഗ്രൂപ്പ്സ് എന്നുള്ള എൻ്റെ ഐഡിയ. പിന്നെ ഷെഡ്യൂൾസ് ആൻഡ് റിതംസ് റൈറ്റ്, അതെല്ലാ പ്രാവശ്യവും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നടക്കണം, ആ പർട്ടിക്കുലർ സമയത്ത് കഴിയണം, സോ ദാറ്റ് പീപ്പിൾ നോ എങ്ങനെയാണ് ഈ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് റൈറ്റ്. സോ ഇതൊക്കെയാണ് some of the examples of how you can build belongingness, right, which is the second step. അടുത്ത് നമ്മൾ പോകുന്നു ഗ്രോ റൈറ്റ്. അപ്പം നമ്മൾ നോ പീപ്പിൾ, നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ആണെന്നുള്ളത്, നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ത്രൂ നമ്മൾ ബിലോങ്ങിങ്നെസ്സിന്റെ ആ ഒരു ഫ്രെയിം വർക്ക് ത്രൂ ആൾക്കാരെ നമ്മൾ കൊണ്ടുപോയി ആ ബിലോങ്ങിങ്നെസ്സിന്റെ പ്രാക്ടീസസും സിസ്റ്റംസും നമ്മൾ ആ നോ ഫ്രെയിം വർക്ക് കൂടെയാണ് നമ്മൾ ചെയ്തത്. അടുത്ത് ഇനി വരുന്നത് ആ ഒരു ഗ്രോ ഫേസിലോട്ടാണ് വരുന്നത് റൈറ്റ്. ഹൗ ഡു വി ഗ്രോ കമ്മിറ്റ്മെന്റ് വിത്തിൻ അവർ ചർച്ച് കമ്മ്യൂണിറ്റി. അപ്പോൾ ഞാനിതാണെങ്കിൽ ഒരു ഫാർമിങ്ങിന്റെ ഒരു അപ്രോച്ചിലാണ് ഞാനിത് ഒരു അനാലജി ആയിട്ട് എടുക്കുന്നത്. അപ്പം കോർപ്പറേറ്റിലാണെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് പ്ലാൻ. അപ്പോൾ നമുക്കൊരു ഒരാളുണ്ട്, ഒരു റോളുണ്ട്, അതിനകത്തൊരു ചലഞ്ച് ഉണ്ട്, അത് ഓവർകം ചെയ്യാൻ നോക്കുന്നു. അതാണ് ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് പ്ലാൻ. നമ്മുടെ ലെറ്റ്സ് സേ നമുക്കാണെങ്കിൽ ഒരു സീനിയർ സിറ്റിസനെ എടുക്കാം ഫോർ എക്സാമ്പിൾ റൈറ്റ്. അവരുടെ പ്രിപ്പയറിങ് ദ സോയിൽ റൈറ്റ്. അവർക്കാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഏജ് ഒത്തിരി ആവുന്നു, ഞാനിനി സ്വർഗത്തിൽ പോവോ ഇല്ലയോ റൈറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവർക്ക് ഒരു ഇമ്പോർട്ടൻസ്. അപ്പം പ്രിപ്പയറിങ് സോയിലാണ് ആ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് സെക്കൻഡ് ഞങ്ങളുടെ കോർപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് പ്ലാനിന്റെ ബേസിസിലാണ് നമ്മുടെ ഇൻറ്റയർ ലേണിംഗ് കോണ്ടന്റ് നമ്മൾ തയ്യാറാക്കുന്നത് റൈറ്റ്. അപ്പം അതാണ് ഈ പ്ലാൻ ദ വേർഡ് റൈറ്റ്. ഡിപ്പെൻഡിങ് അപ്പോൺ എന്തുമാണ് ആ ചാലഞ്ച് അവർ ഓവർകം ചെയ്യാനായിട്ട് നോക്കുന്നത്, അതിന്റെ ബേസിസിലായിട്ടുള്ള സ്റ്റഡീസ്, ബൈബിൾ സ്റ്റഡീസും നമ്മുടെ ഫാമിലി കോട്ടേജ് പ്രെയറിന്റെ സെഷൻസും എല്ലാം അതിന്റെ ഒരു ഫോക്കസ്ഡ് ആയിട്ടായിരിക്കണം. അവിടെ നിന്നാണ് നമ്മൾ അടുത്തത് പോകുന്നത് കൾട്ടിവേറ്റ് ദ ഇൻട്രസ്റ്റ്. ഇപ്പം യൂഷ്വലി കോർപ്പറേറ്റ് ട്രെയിനിങ്സ് നമ്മൾ സിമുലേഷൻസ്, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു സേഫ് സ്പേസ് കൊടുക്കുന്നു. എങ്ങനെയാണ് നമുക്കാണെങ്കിൽ ഈ ബൈബിൾ പഠിച്ച ഓരോ കാര്യങ്ങൾ കൾട്ടിവേറ്റിംഗ് ദി ഇൻട്രസ്റ്റ് പറയണം. ഓക്കെ, അടുത്ത ആഴ്ച നിങ്ങൾ ഇപ്പോൾ ഒരു ഫാമിലി പ്രെയർ ആണെങ്കിൽ, ഒരു പ്രെയർ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പറയുക, ഓക്കെ നമുക്ക് 2-3 ആക്ഷൻസ് എടുക്കാം, ചെയ്യുക. അടുത്ത പ്രെയർ ഗ്രൂപ്പ് നമ്മൾ വരുമ്പോഴത്തേക്കും സ്റ്റാർട്ടിംഗ് പോയിന്റ് അതായിരിക്കണം. ഓക്കെ, നിങ്ങൾ അത് അപ്ലൈ ചെയ്തു, എന്തൊക്കെ പഠിച്ചു റൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇതിനകത്ത് കൾട്ടിവേറ്റ് ചെയ്യാം. ആ ഇൻട്രസ്റ്റ് കൾട്ടിവേറ്റ് കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത്, വിച്ച് ഇസ് ഹാർവെസ്റ്റിംഗ് ഓഫ് ഡെസിഷൻസ് റൈറ്റ്. അപ്പം നമ്മുടെ കോർപ്പറേറ്റിൽ നമ്മൾ ചെയ്യുന്നത് വാട്ട് വി കോൾ ഇറ്റ് ആസ് ആക്ഷൻ ലേണിംഗ് പ്രോജക്ട്സ്. അപ്പം ഈ ഒരു ഗ്യാപ്പ് കാരണം അവരുടെ ഔട്ട്കംസ് അവർക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പം അത് നമ്മളാണെങ്കിൽ ഒരു പ്രോജക്റ്റ് ആയിട്ട് വെച്ച് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അവരാണെങ്കിൽ ആ ഔട്ട്കംസ് കൊണ്ടുവരണം റൈറ്റ്. അപ്പം ഈ അവിടെയാണ് അവർ ഒരു ഡെസിഷൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എൻ്റെ വർക്കിംഗ് സ്റ്റൈലിൽ റൈറ്റ്. നമ്മുടെ പള്ളി നോക്കുവാണെങ്കിൽ ഓക്കെ, എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാതിരുന്നത്, നൗ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ വിൽ സ്റ്റാർട്ട് ഡൂയിങ് റൈറ്റ്. അപ്പോൾ ഒരു ഡെസിഷൻസ് നമ്മളാണെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിനെ കൊണ്ടുവരണം. അപ്പോൾ ഒത്തിരി പേര് ഇത് കേട്ട് ഇതിങ്ങനെ പോവാണ്, ഒരു ഡെസിഷൻ മേക്കിംഗ് ഒന്നുമില്ല റൈറ്റ്. ഒരു ഡെസിഷൻ അവരെടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഡെസിഷൻ എടുത്തിട്ട് അവർ ഇത് ട്രൈ ചെയ്ത് അവിടെ നിന്നാണ് പിന്നെ അവർ അത് ഡേ ടു ഡേ ലൈഫിൽ അത് കൊണ്ടുവരുന്നത്. അതാണ് പ്രിസർവ് ആൻഡ് ട്രെയിൻ. അപ്പം ഓൺ ദ ജോബ് ആപ്ലിക്കേഷൻ, പിന്നെ അവിടെ നിന്നാണെങ്കിൽ അവർ മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വേറൊരു മോഡൽ ഓഫ് ഹൗ വി കൻ ഗ്രോ, ഹൗ വി കൻ ബ്രിങ് ഇൻ കമ്മിറ്റ്മെന്റ്. ഓക്കെ, സമയം അതുകൊണ്ട് മുമ്പോട്ട് അടുത്തതിലോട്ട് പോന്നു. ഓക്കെ, ഇതാണെങ്കിൽ സെർവ് റൈറ്റ്. അപ്പം ഇത് ഞാനാണെങ്കിൽ എൻ്റെ എല്ലാ ടീം മെമ്പേഴ്സുമായിട്ടും ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അവർ ജോയിൻ ചെയ്യുമ്പം ഞാൻ അവർക്ക് വേണ്ടി ഒരു പേർപ്പസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. അത് നമ്മളാണെങ്കിൽ 4-5 ഏരിയയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഈസ് വാട്ട് ഐ കോൾ ആസ് എ പേഴ്സണാലിറ്റി കാർഡ്. നമുക്ക് എല്ലാവർക്കും ഇൻഹെറന്റ് ആയിട്ട് സ്കിൽസ് ഉണ്ട്, ഹോബീസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്, സർട്ടൻ സൂപ്പർ പവേഴ്സ് റൈറ്റ്, ചില ഫിയേഴ്സ് റൈറ്റ്. ഇതെല്ലാം ആണ് ആദ്യത്തെ ഒരു പാർട്ട്, വിച്ച് ഇസ് പേഴ്സണാലിറ്റി. അവിടെ നമ്മൾ നോക്കും വാട്ട് ഈസ് മൈ ഇന്നർ വേൾഡ് റൈറ്റ്. എന്താണ് എൻ്റെ ചിന്തകൾ, വാട്ട് ഡു ഐ കീപ് സീയിങ് റൈറ്റ്, എന്താണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും, ഹൗ ഡു ഐ ഫീൽ നോർമലി റൈറ്റ്, എന്താണ് ഞാൻ എൻ്റെ ഇന്നർ ടോക്ക് എന്തൊക്കെയാണ്. അപ്പം ഇതാണ് അടുത്തൊരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ മൂന്നാമത്തെ ഇക്കിഗായ്, ഒത്തിരി പേര് ഉണ്ടായിരിക്കും. ഇക്കിഗായ് എന്ന് പറഞ്ഞൊരു മോഡൽ, അത് യൂസ് ചെയ്ത് നമ്മൾ നോക്കും എന്താണ് അവരുടെ ഒരു ഇക്കിഗായ് വരുന്നത് റൈറ്റ്.
what is it that you love, what does the world need, what can you be paid for, and what are you good at. ഈ നാലെണ്ണത്തിന്റെയും ഒരു ഇന്റർസെക്ഷൻ ആണ് ഈ ഇക്കിഗൈ, റൈറ്റ്? സംതിങ് ദാറ്റ് യു ആർ മെയ്ഡ് ടു ഡു, യുവർ പർപ്പസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇക്കിഗൈ. അപ്പം അത് മൂന്നാമത്തേത്. അവിടുന്ന് പിന്നെ നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പ് നോക്കുന്നത് വാട്ട് ഡു ഐ സ്റ്റാൻഡ് ഫോർ, റൈറ്റ്? ഇപ്പോഴത്തെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഈ വാട്ട് ഡു ഐ സ്റ്റാൻഡ് ഫോർ ആണെങ്കിൽ എല്ലാ ദിവസവും ഇറോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ ടീമിനോട് പറയും വാട്ട് മാറ്റേഴ്സ് ഫോർ യു ദ മോസ്റ്റ്, വാട്ട് ആർ യുവർ ലിമിറ്റ്സ്, വാട്ട് ആർ യുവർ നോൺ നെഗോഷ്യബിൾസ്, right? What are the principles that guides my decision and actions, and what are the things that I cannot compromise on? അപ്പോൾ ഇത് 3-4 കാര്യങ്ങളാണ് എൻ്റെ ഓൺ ബോർഡിങ്, റൈറ്റ്? എൻ്റെ ടീമിലോട്ട് വരുന്ന എല്ലാവരുടെ കൂടെ ഞാനിത് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇത് ഈ ഡേറ്റയിലൂടെ നോക്കി നമ്മളൊരു പർപ്പസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. ആ പർപ്പസ് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നൗ ഹൗ കെൻ യു എക്സിബിറ്റ് ദിസ് പർപ്പസ് ത്രൂ ദ ആക്ടിവിറ്റീസ് ഓഫ് ആർ ടീം. അപ്പം അതാണ് ഒരു സെർവ്. അപ്പം നമ്മുടെ പള്ളിയുടെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനായിട്ടും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിള്ളേരുടെയൊക്കെ അടുത്ത് നമ്മൾ പോയി സംസാരിക്കുവാണെങ്കിൽ അവരുടെയൊക്കെ തോട്ട് പ്രോസസ് ആക്ച്വലി ഇപ്പം ഒത്തിരി പേര് സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, റൈറ്റ്? ലോട്ട് ഓഫ് പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് എൻവയൺമെന്റ്, റൈറ്റ്? അങ്ങനെ ഒത്തിരി ഒരു റെലവെന്റ് ഇൻ ദ ഡേയ്സ് ടു കം തോട്ട് പ്രോസസ് ആണ് ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾ അതെങ്ങനെയാണ് അത് ചാനലൈസ് ചെയ്ത് ഈ ഒരു ഫ്രെയിം വർക്ക് ത്രൂ വെച്ച് എന്നിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് ബ്രേക്കപ്പ് ചെയ്യുന്നത്. അപ്പം അതാണ് അടുത്തൊരു ഫ്രെയിം വർക്ക് of looking at serving and how do we make serving and the activities of our ministries more relevant to the target groups that we have. അപ്പോൾ അതായിരുന്നു ഒരു 4 ഫ്രെയിം വർക്ക്. ഷെയറിങ് ഞാൻ ഫ്രെയിം വർക്കിലോട്ട് പോയില്ല ബിക്കോസ് അത് എനിക്കൊന്നും നമ്മുടെ എല്ലാം നല്ലതായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഞാൻ ഇട്ടിട്ടില്ല. ബിസിനസ് ഫ്രെയിം വർക്ക് ഓഫ് ഷെയറിങ് ഒത്തിരി തോട്ട് ലീഡർഷിപ്പ് അങ്ങനെയൊക്കെ അതിനകത്തോട്ട് പോകാനായിട്ട് ഞാൻ ആലോചിച്ചില്ല, ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഞാൻ ഈ 4 കാര്യങ്ങളാണ്. ഷെയറിങ് ആണെങ്കിൽ ഞാൻ ഒന്നും അതിനകത്ത് വെച്ചിട്ടില്ല ഇപ്പം. അപ്പൊ ഞാനൊരു പോസ് എടുക്കുന്നു. എനിക്കറിയാം ഒറ്റയടിക്ക് ഞാൻ ഓടി അത് അത്രയും പറഞ്ഞു തീർത്തു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഔട്ട് ഗ്രൂപ്പ്സോടൊന്ന് പോയി ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ? ഇത് ഒത്തിരി സ്പീഡായിരുന്നോ? വളരെ നന്നായിരുന്നു. വെരി ഗുഡ്. ഓക്കെ അച്ഛാ, ഗ്രേറ്റ്. യാ മോനി അച്ഛൻ, യാ മോനി അച്ഛാ, ഐ തിങ്ക് യു റേസ്ഡ് യുവർ ഹാൻഡ് അച്ഛാ. ആ സ്ക്രീനിലെ We are happy to have you in this fold, and we are so happy that you have presented it so well. പക്ഷേ ഇത് അതുക്ക് മേലെയാ. അതുക്ക് മേലെ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഒരു നവീൻ സാറിൻ്റെ ഒരു കോൺസെപ്റ്റ് അത് വളരെ സ്റ്റഡീഡായിട്ട് ചെയ്താൽ മാത്രമേ അത് ഉൾക്കൊള്ളാൻ നമുക്കാവുള്ളൂ. And that's a good system where you can approach the church, as you said, as a business model. Business in വാക്ക് ഇത്തിരി നെഗറ്റീവ് ആണെങ്കിൽ പോലും it's high time that the church should enter into that type of a concept. എന്നാൽ അതിനകത്ത് ഒരു കാര്യം മാത്രമേ എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. when you were talking about the code switching, അങ്ങനെ code switching ഉണ്ടാവുമ്പോൾ what is the criteria, what is the methodology that you use to bring the person back? സോ അച്ഛാ, അത് നമ്മുടെ കോഡ് സ്വിച്ചിങ് നമ്മൾ മനസ്സിലാക്കുമ്പം ഈ പാർട്ടിസിപ്പേഷന്റെ സമയത്ത് തന്നെ നമ്മൾ ആക്ച്വലി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ എക്സ്പെർട്ടീസ് വെച്ചോണ്ടാണ്. അപ്പോൾ നമ്മൾ അതങ്ങ് മിനിമൈസ് ചെയ്യും. അത് നമ്മൾ പ്രോപ്പർലി ചെയ്യാത്തപ്പോഴാണ് ഈ കോഡ് സ്വിച്ചിങ് കോൺഫ്ലിക്റ്റ് ആയിട്ട് നമ്മൾ മാറുന്നത്, റൈറ്റ്? അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ എല്ലാ എക്സ്പീരിയൻസിൽ ഞാൻ പർപ്പസ് സ്റ്റേറ്റ്മെന്റ് അതെല്ലാം ചെയ്യുന്നുണ്ട്. ഐ നോ ഹൗ ദാറ്റ് പേഴ്സൺ ഇസ് ബ്രിങ്ങിങ് എൻ എക്സ്പെർട്ടീസ് ഇൻ ടു മൈ ടീം. അപ്പോൾ അത് വെച്ച് നമ്മളാണെങ്കിൽ വരുമ്പം നമ്മളിപ്പോൾ ആ ഒരു എക്സ്പെർട്ടീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ആ ഒരു പാർട്ടിസിപ്പേഷൻ കോൺട്രിബ്യൂഷൻ, ആ കോഡ് സ്വിച്ചിങ്ങിന്റെ ആ ഒരു ചാലഞ്ചസ് ആക്ച്വലി വി റെഡ്യൂസ് ഇറ്റ്. അപ്പോൾ ആ കോഡ് സ്വിച്ചിങ് നമ്മൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. We should not allow it for it to happen.